അപ്പം നമുക്ക് ഇന്നത്തെ കാര്യപരിപാടികളിലേക്ക് കടക്കാവുന്നതാണ്. നമ്മളപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ ബേസിക്കലി നമ്മൾ ഡെസ്ക്ടോപ്പിൽ ഇന്നത്തേക്ക് വേണ്ടി ഒരു ഫോൾഡർ ഉണ്ടാക്കുന്നു, ഡേ 2. അതിനകത്തായിരിക്കും അപ്പോൾ നമ്മൾ CSSൻ്റെ കാര്യങ്ങളൊക്കെ മറ്റേതിൻ്റെ കൂടെ ചെയ്താൽ പിന്നെയും കുളവാകാൻ ചാൻസ് ഉണ്ട്. സോ എന്നിട്ട് നമ്മൾ VS കോഡ് ഓപ്പൺ ആക്കി ഫയലിൽ വന്നു, ഓപ്പൺ ഫോൾഡർ, എന്നിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പിലുള്ള ഡേ 2 സെലക്ട് ചെയ്തു. ഓക്കെ, സെറ്റ്. ഓക്കെ, ഇതിനകത്ത് അപ്പം നമുക്ക് ഡേറ്റുവിൻ്റെ ഇവിടെ ഒന്നെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ന്യൂ ഫയൽ ഉണ്ടാക്കാവുന്നതാണ്, അല്ലെങ്കിൽ മാളിലെ ആദ്യത്തെ ഐക്കണ് അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ന്യൂ ഫയൽ ഉണ്ടാക്കാം. മാളിലെ ആദ്യത്തെ പ്ലസ് ഐക്കൺ index.html. അപ്പം നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഡിഫോൾട്ട് ആയിട്ടുള്ള HTML കോഡ് വരാൻ വേണ്ടി എക്സ്ക്ലമേഷൻ മാർക്ക് എൻ്റർ. ഓക്കെ അല്ലേ? ഇതൊരു ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഹലോ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ. ഫോൾഡർ മാറ്റുന്നത് നമുക്ക് ഫയല് ഓപ്പൺ ഫോൾഡർ, പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ആക്കുക. മനസ്സിലായ? അല്ലെങ്കിൽ ആ ഫോൾഡർ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ VS കോഡിന് അകത്തോട്ട് വലിച്ചിട്ടാലേ. ഓക്കെ അല്ലേ? ഇൻഡെക്സ്, എന്നിട്ട് എക്സ്ക്ലമേഷൻ മാർക്ക്, എൻ്റർ അടിക്കുമ്പോൾ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വരും. ഓക്കെ അല്ലേ? നമുക്കപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ ഒന്നും കൂടെ CSSൻ്റെ കാര്യം ഒന്ന് ബ്രീഫ് ചെയ്യാം. നമുക്കപ്പോൾ മൊത്തത്തിൽ CSS 3 ടൈപ്പിലാണ് നമുക്കൊരു വെബിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യത്തേത് ഇൻലൈൻ എന്ന് വെച്ചാൽ HTML ടാഗിൻ്റെ കൂടെ തന്നെ. ഞാനപ്പോൾ ഒരു കാര്യം ചെയ്യാം, എൻ്റെ ലൈവ് സെർവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്തോ, ഇവിടെ ലൈവ് സെർവർ ഓക്കെ. ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ ഓപ്പൺ ആക്കുന്നതിന് പകരം ഇങ്ങനെ ആക്കാം. കുഴപ്പമില്ലല്ലേ? കാണാമല്ലോ എല്ലാം അല്ലേ? ആദ്യത്തെ എന്ന് പറയുന്നത് ഇൻലൈൻ ആയിട്ടാണ്, HTML ടാഗിന്റെ കൂടെ തന്നെ. ഇത് വേണം കേട്ടിരിക്കുക, അല്ലെങ്കിൽ കൂടെ ചെയ്യാം. ഞാൻ ഇന്നലെ പറഞ്ഞൊന്ന് ബ്രീഫ് ചെയ്യുന്നേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ട് കളർ ജസ്റ്റ് ഒരു ഇൻലൈൻ എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ കൊടുക്കാൻ പറ്റും. സോ അപ്പോൾ അതാണ് ഹെഡർ എന്ന് കൊടുത്താൽ ഹെഡറിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ കൊടുത്ത കളർ വരും. രണ്ടാമത്തത് രീതി എന്ന് പറയുന്നത് ഇൻലൈൻ കഴിഞ്ഞാൽ പിന്നെ എന്തോ പറയില്ല, ഞാൻ പേര് നോക്കിയിട്ട് പറഞ്ഞുതരാവേ. ഹെഡ് ടാഗിനകത്ത് കൊടുക്കുന്നതാണ് രണ്ടാമത്തെ വഴിയെന്ന് പറയുന്നത്. STYLE സ്റ്റൈൽ ടാഗ് നമ്മൾ ഹെഡ് ടാഗിനകത്താണ് കൊടുക്കുന്നതെന്ന് ശ്രദ്ധിച്ചോണേ. ഹെഡ് ടാഗിനകത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ക്ലാസ് നെയിം സ്പെസിഫൈ ചെയ്യണം. ക്ലാസ് നെയിം എന്ന് പറയുമ്പോഴത്തേക്ക് ക്ലാസ് നെയിം നമ്മളപ്പോൾ ക്ലാസ് ഈസ് ഈക്വൽ ടു ക്ലാസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഈ സ്റ്റൈലിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ആർക്ക് വേണ്ടിയാണ് സ്റ്റൈൽ ചെയ്യുന്നതെന്ന് നമുക്ക് എടുത്ത് പറയണ്ട. അതേസമയം നമ്മൾ മാളില് സ്റ്റൈൽ ടാഗിനകത്ത് കൊടുക്കുമ്പോൾ താഴത്തെ ആർക്ക് വേണ്ടിയാണ് നമ്മൾ എടുത്തു പറയണം. സോ അപ്പൊ നമ്മൾ അതിന് വേണ്ടിയാണ് ക്ലാസ് നെയിം ഉപയോഗിക്കുന്നത്. ആ കുട്ടിക്ക് ഒരു പേര് കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? അത് ഞാൻ കാണിച്ചു തരാം. കൺട്രോൾ പ്ലസ് അല്ല, ശരി, എക്സ്ക്ലമേഷൻ മാർക്ക് എൻ്റർ. ഓക്കെ അല്ലേ? ഒന്നാ ഓക്കെ. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റൈൽ ടാഗ് ആണ്, ഹെഡിനകത്താണ്. ആർക്ക് വേണ്ടിയാണെന്ന് പറയാൻ വേണ്ടി നമ്മൾ ഓരോ ടാഗിനൊരു പേര് കൊടുക്കുന്നുണ്ട്. പേര് കൊടുക്കുന്നത് ക്ലാസ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ആണ്. ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ ഈ എലമെന്റിന്റെ കൂടെ എഴുതുന്ന സാധനമാണ് ആട്രിബ്യൂട്ട്സ്. സോ അപ്പൊ ഞാൻ ഇതിനൊരു ക്ലാസ് നെയിം ഹെഡർ 2 എന്ന് കൊടുത്തു. ക്ലാസ്സിനെ നമ്മൾ ഡോട്ട് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡോട്ട് ക്ലാസ് നെയിം കേർലി ബ്രേസസ് ഓപ്പൺ ആക്കി അതിനകത്ത് അതിൻ്റെ സ്റ്റൈല്. അപ്പോൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കളറ് ഒരു ബ്ലൂ വൈലറ്റ് കൊടുക്കാം. വന്നില്ലല്ലോ, റീഫ്രഷ് ചെയ്ത് നോക്കാം. ഒന്നും വന്നില്ല, കാരണം ഞാൻ അതിനകത്തൊന്നും എഴുതിയിട്ടില്ല. ഹെഡർ ഇപ്പോൾ പറയടാ, കേൾക്കാം. കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ. അപ്പോൾ അതായപ്പോൾ രണ്ടാമത്തെ വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ടൈപ്പാണ്. ഈ രണ്ടും നമ്മൾ വലുതായിട്ട് ഉപയോഗിക്കാറില്ല. വലിയ പ്രോജക്റ്റ് ഒക്കെ വരുമ്പോൾ ഇത് രണ്ടും മെയിൻലി ഉപയോഗിക്കാറില്ല. അവിടെ ഇവിടെ ആയിട്ട് ചെറിയ വല്ല മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കൂ. റെക്കോർഡിംഗ് അല്ലേ, ഉറപ്പ് വരുത്തിയേക്കാം. ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ടൈപ്പാണ്. അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇതപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ക്ലാസ് എന്ന് പറയുമ്പോ ഇവിടെ നമ്മൾ ആർക്ക് വേണ്ടിയാണെന്ന് പറയണ്ട, കാരണം ഇതിന്റെ കൂടെ അല്ലേ പറയുന്നേ.
അതേസമയം താഴെ മാളിൽ സ്റ്റൈൽ എഴുതുമ്പോൾ അവിടെ ടാഗ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ താഴത്തെ നിലയിലുള്ള ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്താ 2 നിലയുള്ള വീട്, താഴത്തെ നിലയിൽ ഒരാളുണ്ട്, പക്ഷെ മുകളിലത്തെ നിലയിലാണ് ഫുഡ് കുക്ക് ചെയ്യുന്നത്. ഇയാളുടെ അടുത്ത് വന്ന് ഓർഡർ എടുത്ത് മുകളിൽ കൊണ്ട്, പക്ഷെ ആർക്ക് വേണ്ടി, അയ്യോ കൺഫ്യൂഷൻ ആവുന്നല്ലോ, എനിക്ക് കൂടുതൽ ഇഷ്ടമായി. അത് എന്ത് പറയുന്നു ഇപ്പൊ, അതിപ്പോ കൺഫ്യൂഷനും ഇല്ല. ആടാ നീ ബുക്ക് സബ്മിറ്റ് ചെയ്യൂലേ, അതിൽ നെയിം സ്ലിപ്പ് ഒട്ടിക്കുന്ന പോലെയാ. ഈ കുട്ടിയുടെ ബുക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യുമ്പോ ആ കുട്ടിയുടെ പേരും കൂടെ പറഞ്ഞാലേ ബുക്ക് എന്ന് പറയുന്നത് ഈ ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടിയാണ്. അപ്പൊ പേരും കൂടെ കാണിച്ചു കൊടുത്താലല്ലേ കുട്ടി കറക്റ്റ് ആയിട്ട് ബുക്ക് കിട്ടൂ. അതേസമയം ഇവിടെ എന്ന് പറയുമ്പോ കുട്ടിയുടെ കയ്യിലാണ് ബുക്ക് ഉള്ളത്, അപ്പൊ നമുക്ക് പേര് പറയണ്ട. വന്നു. നീ ഇതിനകത്ത് തന്നെയാണോ കൊടുത്തത്? ഇന്നലത്തെ പോലെ നീ ടാഗ് അല്ലെ സ്ക്രീൻ ഷെയർ ചെയ്യും, നമുക്ക് ഒത്തിരി നോക്കാം. ഞാൻ ഷെയറിങ് നിർത്താം, അല്ലെങ്കിൽ ഷെയർ ചെയ്യടാ, നോക്കാം. പോയോ? ഇപ്പൊ എഴുതി നോക്കാം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വരുമ്പോ നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, ഞാൻ അപ്പൊ അവൻ വരുന്നവരെ ഞാൻ പറഞ്ഞു ഒന്നും കൂടെ പറയാം. നമുക്കപ്പം ബേസിക്കലി നമുക്കപ്പം അവൻ വരുമ്പോ ആരെങ്കിലും ഒന്ന് പറയണേ, അതെനിക്ക് കാണാൻ പറ്റത്തില്ല. വന്നാ ആടാ ഷെയർ ചെയ്തോ. ഹലോ എടാ, കാടിനകത്ത് ഷെയർ ചെയ്യടാ, കുഴപ്പമില്ല. നീ വെളിയിൽ പോയി ഇപ്പൊ ജസ്റ്റ് ഒന്ന്. ഇപ്പൊ കാണാം, നോക്കട്ടെ. ബാക്ക്ഗ്രൗണ്ട് കളർ ഹെഡർ കറക്റ്റ് ആണല്ലോ. വന്നില്ലേ? ഏതാ വരാത്തെ? അത് നീ ഫോൾഡർ മാറിയാണ് ഓപ്പൺ ആക്കിയത്. അതാണ് ഞാൻ കാണിച്ചു തരാം. നീ ഇപ്പോ കറക്റ്റ് ഫോൾഡർ അല്ല, നീ ആ ഡേറ്റ് ഫോൾഡർ കറക്റ്റ് ഓപ്പൺ ആക്കിയാണ്. നീ വേണ്ട ഞാൻ പറഞ്ഞുതരാം. നീ ഇപ്പൊ ഒരു ഫോൾഡർ ഉണ്ട്, അതിനകത്ത് 2 ഫോൾഡർ ഉണ്ട്, ഡേ 1 ഡേ 2. നീ ആ ഡേ 2 എന്നുള്ള ഫോൾഡർ VS Code ഓപ്പൺ ആക്കണം, മനസ്സിലായോ? അല്ല, നീ മറ്റേ കോമൺ ഫോൾഡർ ആണ് ഓപ്പൺ ആക്കിയെന്നാണ് തോന്നുന്നത്. അല്ല, ഞാൻ കാണിച്ചു തരാം. നീ ഒന്നുകൂടെ ഷെയർ ചെയ്തേ. അല്ല, ഒന്നും ചെയ്യണ്ട. നീ ആ ഓപ്പൺ ഫയൽ കൊടുത്ത്, അല്ല ഫയൽ ക്ലിക്ക് ചെയ്തേ. ഓപ്പൺ ഫോൾഡർ അല്ല, ഫയൽ വേണ്ട, ഫോൾഡർ. ആ ഡേറ്റ് എന്നുള്ള ഫോൾഡർ ക്ലിക്ക് ചെയ്തേ. സേവ് ചെയ്തോ. അതെന്തെങ്കിലും കൊടുത്താൽ അത് പോയില്ല, അതവിടെ തന്നെ കാണൂടാ. നമ്മള് തുറക്കുന്ന ഫോൾഡറിന്റെ എന്നുവെച്ചാൽ എന്താ പറയാ, ആ തുറക്കുന്ന ഫോൾഡറിനകത്ത് ഈ ഫയൽ ഉണ്ടായിരിക്കണം. ഗിറ്റബിൽ ഹോസ്റ്റ് ചെയ്യാൻ പറഞ്ഞില്ല, ആദ്യം ഇതായിരിക്കണം കാണുന്നത്. നീ ഇപ്പൊ സെലക്ട് ചെയ്ത ഫോൾഡറിനകത്ത് ഓൾറെഡി 2 ഫോൾഡർ ഉള്ളതുകൊണ്ടാണ് ഈ ഫയല് അവിടെ കാണാത്തത്, മനസ്സിലായില്ലേ? ഏത് ഫോൾഡറാണോ ഓപ്പൺ ആക്കുന്നത് അതിനകത്തില്ലേ ഒന്നും. അത് ഇല്ലടാ, അത് അല്ല, അല്ലെങ്കിൽ ഫയൽ ഡിലീറ്റ് ചെയ്തു. നമുക്ക് ആദ്യമായിട്ട് ഫ്രഷ് ആയിട്ടാ തുടങ്ങാൻ പോകുന്നത്. ഡിലീറ്റ് ചെയ്തോ, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്തോ. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? ഞാൻ അപ്പൊ ഷെയറിങ് നടത്തിക്കോ, ഞാൻ തുടങ്ങാം. നമ്മളപ്പോ 3ാമത്തെ ടൈപ്പാണ് നോക്കാൻ പോകുന്നത്. അതിലാണ് നമ്മൾ മെയിൻ ആയിട്ട് വലിയ പ്രോജക്റ്റും നമ്മൾ ഇനിയുള്ളതിലും അങ്ങനെയാണ് ചെയ്യുന്നത്. സ്ക്രീന് കാണാമെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഓക്കെ, ഞാനപ്പോ ഇത് ഇത്രയും ഡിലീറ്റ് ചെയ്യാം. ഫയൽ ഉണ്ടാക്കാൻ വേണ്ടി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ഫയൽ ഉണ്ടാക്കാം. സോ ഫയലിൻ്റെ പേര് index.html. അതിനകത്ത് നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് വരാൻ വേണ്ടി എക്സ്ക്ലമേഷൻ മാർക്ക് എൻ്റർ. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. ഓക്കെ, നമുക്കപ്പോൾ ഇതിനകത്തല്ല നമ്മൾ CSS എഴുതാൻ പോകുന്നത്, വേറൊരു ഫയലിലായിരിക്കും, സെപ്പറേറ്റ് ഫയലിലായിരിക്കും.
ആ ഫയൽ ഉണ്ടാക്കാൻ വേണ്ടി ഒന്നെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ഫയൽ കൊടുക്കാം, അല്ലെങ്കിൽ മുകളിലത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഫയലിന്റെ പേര് സ്റ്റൈൽ STYL. ഇങ്ങനെ തന്നെ കൊടുക്കണമെന്നില്ല, പക്ഷെ ഇതാണ് കോമൺ പ്രാക്ടീസ്. style.css. ഇപ്പൊ ഒന്നും എഴുതണ്ട, നമുക്കത് വഴിയായി ചെയ്യാം. നമുക്കപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞാൻ ഇതിനകത്ത് ഞാൻ അത് കാണിച്ചു തരാം. ആദ്യം ഞാൻ ഒരു ഹെഡർ എഴുതി. ഹെഡർ എന്താ പറ്റിയ സർ പറഞ്ഞ ഹെഡർ 1. ഓക്കെ, ഹെഡർ 1 വന്നിട്ടുണ്ട്. എനിക്ക് നമ്മളപ്പോ വേറൊരു ഫയലിലല്ലേ CSS എഴുതുന്നത്. അപ്പൊ ഇവിടത്തെ ആർക്ക് വേണ്ടിയാണ് സ്റ്റൈൽ ചെയ്യുന്നതെന്ന് നമ്മൾ നേരത്തെ പറയാൻ ആവശ്യപ്പെടും. അപ്പൊ നമ്മൾ അതിന് വേണ്ടി നേരത്തെ കൊടുത്ത പോലെ തന്നെ ഈ ടാഗിനൊരു പേര് കൊടുക്കുന്നു, ഹെഡർ. എന്നിട്ട് ഇപ്പുറത്തെ ഫയലിനകത്ത് വന്ന് ഡോട്ട് ഹെഡർ കർലി ബ്രേസസിനകത്ത് ആ ടാഗിന് എന്ത് പ്രോപ്പർട്ടിയാണ് കൊടുക്കേണ്ടത്. ഞാൻ ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ബ്ലൂ കൊടുക്കാം. വന്നിട്ടില്ല, കാരണം നമ്മൾ അത് രണ്ടും ലിങ്ക് ചെയ്തിട്ടില്ല. ഇപ്പുറത്തെ സ്റ്റൈലും ഉണ്ട്, അപ്പുറത്തെ ടാഗും ഉണ്ട്, പക്ഷെ ഇതിനെ രണ്ടിനെയും ലിങ്ക് ചെയ്യണം. മനസ്സിലായില്ലേ? ലിങ്ക് ചെയ്യാൻ വേണ്ടി ഒരു എളുപ്പ വഴിയുണ്ട്. ലിങ്ക് :CSS. മനസ്സിലായ? ലിങ്ക് :CSS എന്നിട്ട് എൻ്റർ കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? ഇപ്പൊ സ്റ്റൈലൊന്നും വേണ്ട. മനസ്സിലായോ? എടാ, ഇപ്പൊ സപ്പോസ് നമ്മൾ മൾട്ടിപ്പിൾ CSS അങ്ങനത്തെ ഫയൽസ് ഉണ്ടാക്കുവാണെങ്കിൽ അത് ജസ്റ്റ് ഈ ഒരു ലൈൻ അടി ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതെല്ലാം കൂടാവോ ഫോർമാറ്റ്? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. കോമൺ പ്രാക്ടീസ് ആയതുകൊണ്ടാണ് ഈ സ്റ്റൈൽ വന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനിവിടെ ഇപ്പൊ എനിക്ക് കോമൺ പ്രാക്ടീസ് ഇഷ്ടമല്ല. എനിക്ക് എന്റെ പേര് എന്നെ CSSന്റെ സ്റ്റൈലായിട്ട് ഇടണം. എന്റെ പ്രോജക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ HTML href എന്ന് പറയുന്ന ഫയലിനെയോ ലിങ്കിനെയോ കാണിക്കുന്നതാണ് ഇന്നലെ നമ്മൾ ആങ്കർ ടാഗിലൂടെ പഠിച്ചതാ. സോ അപ്പൊ നമ്മൾ ഇവിടെ ആ പേര് മാറ്റി കറക്റ്റ് ആയിട്ട് കൊടുത്താലേ ഇപ്പൊ അപ്പുറത്തെ സ്റ്റൈല് പോയത് കണ്ടില്ലേ? ഞാൻ ഇപ്പുറത്തെ പേര് മാറ്റി. ഞാൻ അപ്പൊ പേര് കറക്റ്റ് ആയിട്ട് കൊടുത്താൽ മാത്രമേ അപ്പുറത്ത് സ്റ്റൈല് വരത്തുള്ളൂ. മനസ്സിലായോ? ഓക്കെ, ഞാൻ അപ്പൊ പഴയതുപോലെ ആക്കാം. എടാ, എനിക്കൊരു ഡൗട്ട്. നമ്മളിപ്പോ ഒരു ഫയൽ മാത്രമല്ലേ സ്റ്റൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്ക് രണ്ട് ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ സപ്പോസ് അതിൽ തന്നെ എല്ലാം നമ്മള് ഇത് ഇൻക്ലൂഡ് ചെയ്യാതെ വേറൊരു ഫയലിൽ നമ്മൾ എടുത്ത് ചെയ്യുവാണെങ്കിൽ അതും കൂടെ റെഫർ വരും. അതിന് കുഴപ്പമില്ല, 2 കൊടുക്കാം. ഇതാ ഞാനിപ്പോ 2 കൊടുക്കാന്നാണ് എന്റെ അറിവ്. ഞാൻ നോക്കിയിട്ടില്ല, നമുക്ക് ചെയ്തു നോക്കാം. ഞാനപ്പോ ഇതിനൊരു ക്ലാസ് നെയിം കൊടുക്കുന്നു, ഹെഡർ 2. ഇതിന്റെ സ്റ്റൈൽ അപ്പൊ എനിക്ക് വേറെ ഫയൽ എഴുതണം. പുതിയൊരു സ്റ്റൈൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. style_2.css. അതിനകത്ത് ഞാൻ ഹെഡർ ആ ടാഗിന് കൊടുത്ത ക്ലാസ് നെയിം, അതിനകത്ത് എനിക്ക് വേണ്ട പ്രോപ്പർട്ടി ബാക്ക്ഗ്രൗണ്ട് കളർ, ക്ലാസ് നെയിം ഹെഡർ 2 എന്നല്ലേ കൊടുത്ത. ഇപ്പൊ പക്ഷെ ഹെഡർ 2ന് ആ സാധനം വന്നിട്ട് എന്താ ലിങ്ക്? ഓക്കെ, ഇവിടെ സാധനം. ഓക്കെ, ഇവിടെ പക്ഷേ ഹെഡർ 2ന് അത് വന്നിട്ടില്ല, കാരണം ഞാൻ ലിങ്ക് ചെയ്തിട്ടില്ല. ആദ്യത്തത് മാത്രമേ ലിങ്ക് ചെയ്തിട്ടുള്ളൂ. ഞാനപ്പോ ലിങ്ക് CSS പേരിപ്പോ ഡിഫോൾട്ട് ആയിട്ടുള്ള സ്റ്റൈലാണ്. ഞാനപ്പോ അത് മാറ്റി എൻ്റെ രണ്ടാമത്തതും കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ വരേണ്ടതാണ്. കണ്ട വന്നേണ്ട. ഓക്കെ അല്ലേ? നമുക്കിപ്പോ 2 ആവശ്യമില്ല, ഒന്നിന്റെ ആവശ്യമേ ഉള്ളൂ. സോ അപ്പൊ അത് ഞാൻ എടുത്ത് മാറ്റി. ഇനി നമുക്ക് ഇപ്പൊ ലിങ്കിങ്ങും ഇതൊക്കെ സെറ്റ് അല്ലേ? നമുക്കിനി എങ്കിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് CSS സ്റ്റൈലിംഗ് നോക്കാം. ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കപ്പോ ഓക്കെ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ആദ്യം തൊട്ടൊന്ന് പെട്ടെന്ന് ഓട്ടിച്ച് പറഞ്ഞുതരാം. ഇതെല്ലാം പൊട്ടെ. നമ്മളപ്പോ ആദ്യം എപ്പോഴത്തെയും പോലെ index.html ഫയൽ ഉണ്ടാക്കി. ആവശ്യമുള്ള കുറച്ച് ഇത് വരാൻ വേണ്ടി എക്സ്ക്ലമേഷൻ മാർക്ക് എൻ്റർ കൊടുത്തപ്പോൾ സാധനങ്ങൾ വന്നു. പിന്നെ എൻ്റെ സ്ക്രീനിൽ മൊത്തം നിൽക്കാൻ വേണ്ടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞു Alt+Z അടിച്ച കോഡ് മൊത്തം സ്ക്രീനിലുള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളൂ. പിന്നെ നമ്മൾ ബോഡിക്ക് അകത്ത് എനിക്കൊരു ടാഗ് വേണം, H1 ഹെഡർ 1. അപ്പുറത്തെ വേറൊരു സെപ്പറേറ്റ് ഫയലിലാണ് നമ്മൾ CSS ചെയ്യാൻ പോകണം. അപ്പം നമുക്ക് അപ്പുറത്തെ CSS ഇപ്പുറത്തെ ആർക്കാണെന്ന് കാണിക്കാൻ വേണ്ടി ഇവിടുത്തെ ടാഗിന് ഒരു പേര് കൊടുക്കണം, റെഫർ ചെയ്യാൻ വേണ്ടി. പേര് ഇവിടുത്തെ ടാഗിൻ്റെ പേര് ഹെഡർ എന്ന് കൊടുത്തു. നമ്മളപ്പോൾ ഒരു സെപ്പറേറ്റ് ഫയല് സെലക്ട് ചെയ്തു.
ഫയലിന്റെ പേര് style.css. ഇപ്പുറത്തെ ക്ലാസ് നെയിം ആയതുകൊണ്ട് ഡോട്ട് ക്ലാസ് നെയിം ഹെഡർ എന്നേ കൊടുത്തോളൂ. അതിനകത്ത് നമ്മൾ വേണ്ട പ്രോപ്പർട്ടി ഏതാണ്? ബാക്ക്ഗ്രൗണ്ട് കളറ് കോൺഫ്ലവർ ബ്ലൂ, ഹെഡർ അപ്പുറത്തും ഇപ്പുറത്തും ഹെഡർ ഇല്ലേ? ഓക്കെ. ഇപ്പൊ പക്ഷേ ഞാൻ ഹെഡർ 1 കൊടുത്തു, ഹെഡർ 1 വന്നു, അതിന്റെ പ്രോപ്പർട്ടി വന്നിട്ടില്ല, കാരണം ലിങ്ക് ചെയ്തിട്ടില്ല. അപ്പുറത്ത് CSS ഉണ്ട്, ഇപ്പുറത്ത് അതിന്റെ HTML ഉണ്ട്, പക്ഷെ രണ്ട് ലിങ്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതില് നമ്മുടെ ബ്രൗസറിൽ അത് റിഫ്ലക്ട് ചെയ്തിട്ടില്ല. സോ അപ്പൊ ലിങ്ക് ചെയ്യാൻ വേണ്ടി ലിങ്ക് :CSS അടിച്ചാൽ നമ്മൾ മൊത്തം ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഓക്കെ. ലിങ്ക് ചെയ്യുന്ന ഹെഡിനകത്താണ്, ഇല്ല, ക്ലാസ് നെയിമിൽ ഇടയ്ക്ക് സ്പേസ് കൊടുക്കാൻ പാടില്ല. ഇടയ്ക്ക് സ്പേസ് ഒരു ടാഗിന് ഒരു ക്ലാസ് നെയിം തന്നെ ഒരു ക്ലാസ് നെയിമേ കൊടുക്കാനുള്ള നിർബന്ധമൊന്നുമില്ല. എനിക്കിതിപ്പോ ഹെഡർ ആണ്, ഇതിന്റെ കൂടെ തന്നെ ഇതിപ്പോ എന്താണ് ഒരു ടെക്സ്റ്റും കൂടെ അല്ലേ. എനിക്കപ്പോ ഹെഡറിന് ഒരു സ്റ്റൈൽ കൊടുക്കാം, ടെക്സ്റ്റിന് ഇതാ വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് സ്പേസ് കൊടുത്താൽ അത് വേറെ ക്ലാസ് നെയിം ആയിട്ടായിരിക്കും കൂട്ടുന്നത്. സോ അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയിട്ട് കളർ ഇപ്പോൾ ഞാനൊരു ക്രിംസൺ കൊടുത്താൽ കണ്ടോ, ക്രിംസണിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആയിട്ടാണ് വന്നത്. കാരണം രണ്ട് ക്ലാസ് നെയിമും ഒരു ടാഗിനോട്ടോട്ടാണ് കാണിക്കുന്നത്. ഓക്കെ അല്ലേ? ഒരു ക്ലാസ്സിന് എത്ര പേര് വേണോ കൊടുക്കാം, പക്ഷെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇപ്പൊ രണ്ട് ഇങ്ങനെ സ്പേസ് ഇടേണ്ട ഘട്ടത്തിൽ നമ്മൾ ഹൈഫൺ ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? ആ ഓക്കെ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ എടുത്തുകളാം, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഓക്കെ, സെറ്റ്. യെസ്, ഓക്കെ. നമ്മളപ്പോ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് CSS പ്രോപ്പർട്ടി ഏതൊക്കെയാണ്? കോമൺലി യൂസ്ഡ് CSS properties. കുറെ ഉണ്ടല്ലോ. ഓക്കെ, ഇതിനകത്ത് എൻ്റെ കണ്ണിൽ ഞാൻ ഏറ്റവും ഉപയോഗിക്കുന്നതായിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാവേ പെട്ടെന്ന്. സോ അപ്പോൾ ഇത്രയും ഉണ്ട്, മൊത്തം ഒന്നും പറഞ്ഞാൽ തീരത്തില്ല, നമുക്ക് മാക്സിമം പറ്റുന്നതൊക്കെ പറഞ്ഞു. ആദ്യം കിടക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ആണ്, അതൊരു CSS പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് ഞാൻ വേണമെങ്കിൽ ലിങ്ക് നിങ്ങളുടെ ചാറ്റിലിടാം, നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. കോഡെങ്ങാനും കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിലോ. ഓക്കെ അല്ലേ? നമുക്കപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എത്താണോ നോക്കാം. ബാക്ക്ഗ്രൗണ്ട് അത് വേണ്ട. ഓക്കെ. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിനകത്ത് തന്നെ മൊത്തം 1 2 3 4 5 6 7 9 പ്രോപ്പർട്ടി സ്പെസിഫൈ ചെയ്യാൻ പറ്റും സ്പേസ് ഇട്ട്. നമ്മളപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, നമുക്കപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അത് വിട്ടുതരാം, ഞാൻ ഇപ്പോൾ പറഞ്ഞ വിട്ടുതരാം. നമുക്ക് ആദ്യം കിടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെന്റ് ആണ്. അറ്റാച്ച്മെന്റ് എന്താ സംഭവം? ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെന്റോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ ഇപ്പൊ കൺഫ്യൂഷൻ ആയി. ഇപ്പം വിട്ടത് ആദ്യം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ തന്നെ നോക്കാൻ നമ്മളത് നോക്കിയതാണ്. ബേസിക്കലി ആ ടാഗിന് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കളർ സ്പെസിഫൈ ചെയ്യാനാണ് ബാക്ക്ഗ്രൗണ്ട് കളർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഇത് ഇതിനകത്ത് ഇപ്പോൾ എൻ്റെ ഒരു ഇമേജ് കൊണ്ടുവരണം. എൻ്റെ ഒരു സൈറ്റാണ്, ഞാൻ ഉണ്ടാക്കുന്ന സൈറ്റാണ്. എനിക്കപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഈ ഒരു സൈറ്റിനകത്ത് വരണം. ഞാൻ അതപ്പോൾ ഒരു സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഡിവ് കൊടുക്കുന്നത് നമുക്ക് കണ്ടെയ്നറൈസ് ചെയ്യാനാണ്, പെട്ടെന്ന് തിരിച്ചറിയാനും. അങ്ങനെ നമ്മൾ സെക്ഷൻ വൈസ് തിരിക്കുന്നതാണ് ഡിവ്. സോ ഡിവ് ടാഗിനകത്ത് ഇമേജ് ഒക്കെ ഇടാൻ വേണ്ടി IMG ടാഗ്, ഇമേജിന് IMG, അത് ജസ്റ്റ് IMG അടിച്ച് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ സോഴ്സ് ഓൾട്ട് എന്ന് പറയുമ്പോൾ ഇനി നെറ്റ് ഇല്ല, ഇമേജ് ലോഡ് ആയില്ലെങ്കിൽ അവിടെ എന്ത് എഴുതി കാണിക്കണം? ashwin.jpg. ഇവിടെ ഇപ്പൊ ഇമേജ് കൊടുക്കാത്തതുകൊണ്ട് അവിടെ ashwin.jpg ആയിരിക്കും വരുന്നത്. മനസ്സിലായില്ലേ? അവർക്ക് അവിടെ ഇമേജ് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സൈറ്റ് വരുമ്പോൾ നെറ്റ് ഇല്ലെങ്കിൽ അവിടെ എന്താണെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഐഡിയ കിട്ടാൻ വേണ്ടി നമുക്ക് ഓൾട്ട് ടെക്സ്റ്റ് കൊടുത്തില്ലെങ്കിൽ വർക്കാവും, സീനൊന്നുമില്ല. പക്ഷേ അടുത്ത രണ്ടാമതായിട്ട് എനിക്ക് ഇവിടെ ഒരു സോഴ്സ് കൊടുക്കണം, എൻ്റെ ഇമേജിന്റെ സോഴ്സ്. സോ അതിനപ്പോൾ 2 വഴിയുണ്ട്. ഫസ്റ്റ് ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് നമുക്ക് ഗൂഗിളിൽ നിർത്തിയിട്ട് വരാം. സോ അപ്പം ഞാൻ അശ്വിനൊന്ന് സെർച്ച് ചെയ്താൽ ഒന്നെങ്കിലൊക്കെ കിട്ടുമായിരിക്കും, നോക്കാം. വേറെ അശ്വിനാണുള്ള, എൻ്റെ അശ്വിനോട്. അങ്ങനെയാണോ? ഞാൻ ഫുൾ നെയിം വെക്കും ഇപ്പോഴോ. എന്റെ ഫോട്ടോ ഉണ്ട്, ഇതേ കിടക്കുന്നു.
എൻ്റെ ട്വിറ്ററിലുള്ള പ്രൊഫൈൽ ഫോട്ടോ ഇട്ടിരിക്കുകയാണ്. അതപ്പോൾ ഏത് ഇമേജ് ആയാലും നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കോപ്പി ലിങ്ക് അഡ്രസ്സ് കിട്ടുവേ. നമുക്കപ്പോൾ എൻ്റെ ഇമേജിൻ്റെ ലിങ്ക് അഡ്രസ്സ് കോപ്പി ചെയ്യാം, കോഡിലോട്ട് തിരിച്ചു വരാം, ഇതിനകത്തിട്ട് നോക്കാം. എൻ്റെ ഫോട്ടോ വന്നോ? എൻ്റെ ഫോട്ടോ വന്നിട്ടില്ല. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ലിങ്ക് അഡ്രസ് കൊടുത്താൽ മിക്കവാറും ഉള്ള ഇതുകളിൽ വർക്ക് ആവേണ്ടതാണ്. പക്ഷെ എൻ്റെ ഇതിലിപ്പോൾ വർക്ക് ആയിട്ടില്ല. അതെന്തോ ഒരു ഇഷ്യൂ ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരാൾക്ക് കൊടുത്തപ്പോഴും വന്നിട്ടില്ല. ഞാൻ അന്ന് എന്താ ചെയ്തത്? ഒരു മിനിറ്റ്, വേറൊരു വഴിയുണ്ട്. ഒരു മിനിറ്റ്. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ലിങ്കിന്റെ ന്യൂ ടാബ്. അപ്പൊ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ലിങ്കിന്റെ ന്യൂ ടാബ്. ഇതെങ്ങോട്ടാ പോയെ ശിവനെ? എന്റെ ട്വിറ്റർ അക്കൗണ്ട് ഇങ്ങനെ വന്നപ്പോ അന്ന് എനിക്ക് ആരോ, ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഞാൻ മറ്റേ ഓൾട്ടില് കൊടുത്ത സാധനം നോക്ക്. എനിക്കന്ന് ഒരു മിനിറ്റ്, എന്റെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു, കാണാനില്ല. നമുക്ക് തൽക്കാലം വേറെ വല്ല ഇമേജും കൊടുത്തു നോക്കാം. അത് വർക്കായില്ലെങ്കിൽ അതപ്പോ എന്തോ ഇഷ്യൂ ആണ്. ഞാൻ അതപ്പോ നോക്കിയിട്ട് പറഞ്ഞുതരാം. നമുക്ക് ആദ്യത്തെ വഴി അപ്പൊ വിടാം. രണ്ടാമത്തെ വഴി അത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. അവ ലിങ്കിന്റെ കാര്യം എന്താണ് വർക്കാവാത്തതെന്ന്. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നമുക്ക് ലോക്കലി നമ്മുടെ ഡെസ്ക്ടോപ്പിലുള്ള ഒരു ഇമേജ് യൂസ് ചെയ്യാന്നുള്ളതാണ്, ഉപയോഗിക്കാന്നുള്ളതാണ്. സോ അതിനപ്പോൾ സേവ് ഇമേജ് നമ്മുടെ ഫോൾഡർ ആയിട്ടുള്ള ഡേറ്റുവിനകത്ത് കൊണ്ടിടുക. ഡേറ്റുവിനകത്ത് ഇപ്പൊ ഡിഫോൾട്ട് പേര് കിടക്കട്ടെ, എന്തോ A5 എന്തോ. സേവ് ആവത്തില്ലേ? ഇമേജ് ഏതെങ്കിലും എടുക്കുക, ആരുടെ ആയാലും കുഴപ്പമില്ല. തൽക്കാലത്തേക്ക് ആരുടെ വേണോ ഉപയോഗിക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ഇമേജസ്, മനസ്സിലായോ? അതേ ക്ലിക്ക് ചെയ്യുമ്പം എവിടെ സേവ് ചെയ്യണം എന്നുള്ളത് ചോദിക്കും. നമ്മുടെ ഫോൾഡറിനകത്ത് സേവ് ചെയ്യാം. ഓക്കെ അല്ലേ? ഡൗൺലോഡ് ആകുമ്പോൾ VS കോഡിനകത്തും വരേണ്ടതാണ്. ഇതേ വന്നിട്ടുണ്ട്, കണ്ടാ മുകളിൽ. ഓക്കെ അല്ലേ? ഓക്കെ. ഈ ഇമേജ് അപ്പോൾ എടുക്കാൻ വേണ്ടി നമുക്കപ്പോൾ സോഴ്സ് ഈ ലിങ്ക് മാറ്റാം. ഓക്കെ പോട്ടെ. Ctrl+സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ സജഷൻ വരും, മനസ്സിലായില്ലേ? അതിനകത്ത് എൻ്റെ ഫോട്ടോ ഉണ്ട്. ഞാൻ ഫോട്ടോ സെലക്ട് ഒരു മിനിറ്റ്. ഇപ്പൊ ഫോട്ടോ വന്നു. ഓക്കെ, ഞാനപ്പോൾ ഇമേജ് ഒന്നുകൂടെ പറഞ്ഞുതരാവേ. ഓക്കെ, ഞാൻ ആ ഡിബോർഡ് എടുത്ത് കളയാം. ഡിലീറ്റ്. നമുക്കപ്പോൾ എൻ്റെ സൈറ്റാണ്. എനിക്കപ്പോൾ ഹെഡർ എൻ്റെ പേര് ഇരിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ പേര് വെച്ചോ. അശ്വിൻ അശോക്. ഞാനാണ് അശ്വിൻ അശോക് എന്ന് താഴെ കാണിക്കാൻ വേണ്ടി എനിക്ക് എൻ്റെ ഒരു ഫോട്ടോ വെച്ചേ പറ്റൂ. സോ അപ്പോൾ ഫോട്ടോസ് വെക്കാൻ വേണ്ടി നമ്മൾ കണ്ടെയ്നറൈസ്, ഞാൻ പറഞ്ഞില്ലേ, വെബിൻ്റെ ഒരു സൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ സെക്ഷനും ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നത് നല്ലൊരു പ്രാക്ടീസാണ്. കാരണം നമുക്ക് വലിയ സൈറ്റൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ചെയ്യാനെങ്കിൽ കണ്ട് പിടിക്കാനും ഇങ്ങനെ എറർ വരുമ്പോൾ ചെയ്തു പോകാനും എളുപ്പമായിരിക്കും. സോ അപ്പോൾ ഒരു ഡിവിനകത്ത് ഞാൻ എൻ്റെ ഇമേജ് ഇട്ടു. ഇമേജുകൾ വെളിയിൽ നിന്നൊരു ലിങ്ക് വഴിയോ അല്ലെങ്കിൽ ലോക്കലി ഉള്ളൊരു ഇമേജ് ആണെങ്കിലോ നമ്മൾ ഉപയോഗിക്കുന്നത് IMG ടാഗാണ്. IMG ടൈപ്പ് ചെയ്ത് എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാഗിൻ്റെ ആവശ്യമുള്ളതൊക്കെ അവിടെ വരും. ഓൾട്ട് എന്ന് പറയുന്നത് നമ്മളെ ഇമേജ് കൊടുത്തു, പക്ഷേ ഞാൻ നേരത്തെ കൊടുത്ത പോലെ ലിങ്ക് ഇട്ടപ്പോൾ ഇമേജിൽ വന്നില്ല. നമ്മളതപ്പോൾ അറിയാതെ തന്നെ നമ്മൾ ആ കാര്യം നമുക്ക് വർക്കായി. പക്ഷേ വെളിയിൽ ഒരാൾക്ക് കൊടുത്തപ്പോൾ ഇമേജ് ലോഡായില്ലെങ്കിൽ അവിടെ എന്ത് കാണിക്കണം, ഇമേജിന് പകരം എന്ത് കാണിക്കണം എന്നുള്ളതാണ് ഓൾട്ടിനകത്ത് കൊടുക്കുന്നത്. ഞാനപ്പോൾ അവിടെ അശ്വിൻ JPG എന്ന് കൊടുത്തോണ്ടാണ് ഇവിടെ ഇപ്പൊ അശ്വിൻ JPG എന്ന് വന്നത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അല്ലല്ല, അത് ഞാൻ വെറുതെ ഒരു ഗുമ്മിന് കൊടുത്തതാ. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവിടെ എന്ത് വേണോ കൊടുക്കാം, സീനില്ല. ഓക്കെ അല്ലേ? അപ്പൊ അടുത്തത് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ വെളിയിൽ ഒരു ഇമേജിന്റെ ലിങ്ക് ഇടാം, അല്ലെങ്കിൽ ലോക്കലുള്ള ഒരു ഫയൽ ഇടാം. ലിങ്ക് ഞാൻ നേരത്തെ നോക്കിയിട്ട് വർക്ക് ആയില്ല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഡെസ്ക്ടോപ്പിലുള്ള ഒരു ഇമേജ് തന്നെ ഉപയോഗിക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് ഗൂഗിളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇമേജ് സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്താൽ സേവ് ഇമേജ് ആസ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഡെസ്ക്ടോപ്പിൽ എവിടെ സേവ് ചെയ്യണം ചോദിക്കും. ഞാനിപ്പോൾ ഫോൾഡർ സെലക്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ ഫോൾഡറിനകത്ത് സേവ് ചെയ്താൽ അതപ്പോൾ VS കോഡിനകത്തും വരും. മനസ്സിലായോ ഇതുവരെ? ഓക്കെ അല്ലേ? അതപ്പോൾ എനിക്ക് ഇവിടെ കിട്ടാൻ വേണ്ടി നമ്മളപ്പോൾ ഈ ഇമേജ് ഓൾറെഡി ഇവിടെ ഉള്ളതുകൊണ്ട് സോഴ്സിനകത്ത് സജഷൻസ് ഓട്ടോമാറ്റിക്കലി വന്നോളും. Ctrl+സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ സജഷൻ കാണിക്കും. അതിനകത്തപ്പം 3 എണ്ണമാണുള്ള ഇൻഡെക്സ്, നമ്മുടെ HTML ഫയൽ, സ്റ്റൈലും
മൂന്നാമത് ഞാൻ കൊണ്ട് സേവ് ചെയ്ത ഫോട്ടോ സെലക്ട് ചെയ്താൽ സൈറ്റിൽ ഫോട്ടോ വരേണ്ടതാണ്. ഓക്കെ അല്ലേ? സജഷനകത്ത് വന്നില്ല, നീ എന്തോ തെറ്റിച്ചാണ് അല്ലെങ്കിൽ വരേണ്ടതാണ്. സജഷൻ വന്നില്ലെങ്കിൽ എന്തോ തെറ്റിച്ചെന്ന് ഉറപ്പിച്ചോണം. അതൊരു കോമൺ പ്രാക്ടീസ് ആണ്. നീ സ്ക്രീൻ ഷെയർ ചെയ്തു നമുക്കൊന്ന് നോക്കാം. എപ്പോഴും വരുന്ന സാധനങ്ങൾ പെട്ടെന്നൊരു ഘട്ടത്തിൽ വന്നില്ലെങ്കിൽ അതിന്റെ കുഴപ്പമാവാനല്ല ചാൻസ്, മിക്കവാറും നമ്മുടെ കുഴപ്പമാവാനാണ് ചാൻസ്. എടാ നിന്റെ index.html ഫോൾഡർ ആണോടാ? ഓ മൈ ഗോഡ്, നിന്റെ ഡേ2വിനകത്ത് index.html എന്ന് പറഞ്ഞൊരു ഫോൾഡറിനകത്താണ് നിന്റെ index.html എന്ന ഫയലും ആ CSS കിടക്കുന്നത്. നീ അപ്പൊ ഒന്നും ചെയ്യണ്ട, അത് ഓപ്പൺ ആക്ക്. ആ ഡൗൺലോഡ് വലിച്ച ഇൻഡെക്സിന്റെ അടുത്തോട്ട് കൊണ്ടുപോയേ. ആ മതി, ഇട്ടോ. ആ മൂവ്. ഓക്കെ, ഇനി ഒന്ന് നോക്കിക്കേ. ആ എല്ലാം ഒരിടത്ത് തന്നെ ആയിരിക്കണം. ഓക്കെ, ഇനി ഒന്ന് നോക്കിക്കേ. ആ ആ സെറ്റ്. ഓക്കെ അല്ലേ? അയ്യോ കീർത്തിവാസം പോയല്ലോ. ആ കുഴപ്പമില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്ത് വെച്ച താമസിച്ചാവില്ല. ഓക്കെ, അതപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇമേജ് ഇപ്പൊ നല്ല വലുതല്ലേ, എനിക്ക് ഇത്രയും വലിയ ഇമേജ് വേണ്ട. ഇമേജിന്റെ സൈസ് ഒക്കെ ഒന്ന് ശരിയാക്കണം. ബാക്ക്ഗ്രൗണ്ട് ഓ ശരിയാണ്, വിശേഷമാണല്ലോ ഇത്. എൻ്റെ സ്ക്രീൻ ഷെയർ ആയോ? ഓക്കെ അല്ലേ? എനിക്കിപ്പോ എന്റെ ഇമേജ് ഇത്രയും വലുത് വേണ്ട. എനിക്ക് അതിന്റെ ബോർഡർ ഒക്കെ ഒന്ന് സർക്കിൾ ചെയ്ത് ഇത്രയും സൈസ് ഒക്കെ കുറച്ചൊന്ന് സെറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള സാധനങ്ങൾ കയ്യിലുണ്ട്. സോ അപ്പൊ നമ്മൾ ബേസിക്കലി പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് സ്റ്റൈലിലുള്ളത്. എനിക്കിപ്പോ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റിലേറ്റഡ് ആയിരിക്കും. എനിക്കിപ്പോ ഇതിൽ മാറ്റേണ്ടത് ഹൈറ്റും വിഡ്ത്തും ആണ്. അപ്പൊ നമുക്ക് വിഡ്ത്ത് മാറ്റാം. വിഡ്ത്ത് നമ്മൾ അറിയാം പിക്സലിലാണ് സ്പെസിഫൈ ചെയ്യുന്നത്. നമുക്കപ്പോ ഒരു 500 പിക്സൽ കൊടുത്ത് നോക്കാം. ഓ ഇത് ഹെഡർ ആണല്ലേ, സോറി. നമുക്കപ്പോൾ ഇമേജിന് ഒരു പേര് കൊടുക്കണം. ഇമേജ് എന്ന ടാഗിന് ക്ലാസ് ഇട്ടൊരു പേര് കൊടുക്കാം, മൈ ഇമേജ്. എന്നിട്ട് സ്റ്റൈലിനകത്ത് കയറിയിട്ട് അങ്ങനെയൊന്നുമില്ല, എവിടെ വേണോ കൊടുക്കാം. ആ ക്ലോസിംഗ് ടാഗിന് മുന്നേ ഓൾട്ട് കഴിഞ്ഞ് കൊടുക്കാം, SRCക്കോ അങ്ങനെ ഇതൊന്നുമില്ല. പക്ഷെ ഇതാണ് ഒരു പ്രാക്ടീസ്, എല്ലാരും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മൈ ഇമേജ് എന്ന ക്ലാസ് CSSൽ കോൾ ചെയ്തിട്ട് അതിന്റെ വിഡ്ത്ത് നമുക്കൊരു 500 പിക്സൽ ആക്കാം. ആ ഓക്കെ അല്ലേ? ആ മൈ ഇമേജ് എന്തുകൊണ്ടാ വിട്ട് മാറാത്ത? വിട്ട് മാറിയെന്ന് തോന്നുന്നു അല്ലേ, കുറച്ച് വലുതായെന്ന് തോന്നുന്നു ഇപ്പൊ. ആ എന്തായാലും ചെറുതാവട്ടെ, 100 പിക്സൽ. ഓക്കെ, മനസ്സിലായില്ലേ? വിട്ട് അപ്പം 100 പിക്സൽ കൊടുത്തപ്പോൾ മാറി. ഇതുപോലെ തന്നെ എനിക്ക് ഹൈറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഹൈറ്റിന് ഓപ്ഷൻ ഉണ്ട്. ഹൈറ്റിന് 250 പിക്സൽ അടിച്ചു കഴിഞ്ഞാൽ ഹൈറ്റ് മാറും. ഇത് പക്ഷേ വൃത്തികേടാണ്. ഓട്ടോമാറ്റിക്കലി നമ്മൾ വിട്ട് അല്ലെങ്കിൽ ഹൈറ്റ്, ഇപ്പൊ ഞാൻ ഇവിടെ വിട്ട് മാറ്റിക്കഴിഞ്ഞാൽ വിട്ടിന്റെ കൂടെ തന്നെ ഹൈറ്റും ആ ഇമേജിന്റെ ഒരു റേഷ്യോ കാണുമല്ലോ സൈഡ്സിന് വേണ്ടി. ഓട്ടോമാറ്റിക് ആയിട്ട് ഹൈറ്റ് മാറ്റിയാൽ വിട്ട് അഡ്ജസ്റ്റ് ആയിക്കോളും. ഞാൻ ഇപ്പോൾ ഇവിടെ 2500 പിക്സൽ കൊടുത്താൽ ഹൈറ്റിന്റെ കൂടെ തന്നെ വിട്ടും വലുതാവും. മനസ്സിലായില്ലേ? ഇനിയല്ല, എനിക്ക് വലിച്ചു നീട്ടി വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇതെന്ന സാധനം വലിച്ചു നീട്ടി വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ വിട്ട് അത്ര വേണം, ഒരു 1000 പിക്സൽ പറയാം. എങ്കിൽ ഹൈറ്റ് ഫിക്സഡ് ആയിരിക്കും, വിട്ടും ഫിക്സഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്, അപ്പൊ അതാണ് അതിന്റെ കാര്യങ്ങൾ. ഇതുപോലെ തന്നെ അയ്യോ വിട്ടപ്പോ നമുക്ക് വേണ്ട, ഹൈറ്റ് മാത്രം പറയാം. എനിക്കിപ്പോ എനിക്ക് ഈ സൈഡിലുള്ള ഈ ഒരു ബോർഡർ ഉണ്ട്, എനിക്ക് എന്റെ ഈ ബ്ലൂ സർക്കിളിന് വെളിയിലുള്ള ട്രിം ചെയ്ത് കളയണം. സോ അതിനപ്പോ ഈ ബോർഡറിലുള്ള റേഡിയസ് കുറച്ചാ പോരെ അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ബോർഡർ ഇതാണ്ട, ബോർഡർ റേഡിയസ്. ഓക്കെ അല്ലേ? അതിനപ്പോ എത്ര പിക്സല് വേണം? 1000 അല്ല 100 പിക്സൽ കൊടുത്താൽ കണ്ടോ ചെറുതായ ആ സൈഡ് ഇത്തിരി കർവ് ആയത് കണ്ടോ? 1000 കൊടുത്ത എൻ്റെ കണ്ടോ? ഓക്കെ, 1000 കൊടുത്തപ്പോ സെറ്റായി. മനസ്സിലായില്ലേ?
ഇനി അപ്പൊ എന്താ എനിക്ക് അതപ്പോ ഈ ലെഫ്റ്റ് സൈഡിലെ മാർജിനിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് സ്പേസ് ചെയ്ത് നിൽക്കണം, അവിടെ മുട്ടി നിൽക്കണ്ട. സോ അപ്പം മാർജിൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതപ്പോ എനിക്കൊരു 250 പിക്സൽ ഇങ്ങോട്ട് നിൽക്കണം. മാറിയത് കണ്ട, മാളിലത്തെ മാർജിൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഒന്ന് കാര്യം കാണിച്ചുതരാം. മാളിലത്തെ മാർജിനിൽ നിന്നൊരു 100 പിക്സൽ എനിക്ക് മാറി നിൽക്കണം. മാർജിൻ ടോപ്പ് 250 പിക്സൽ. ഇവിടെ അപ്പോ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാർജിൻ ലെഫ്റ്റും മാർജിൻ റൈറ്റും എടുക്കുമ്പോൾ സ്ക്രീനിന്റെ സൈഡിൽ നിന്നാണ് പോകുന്നത്. അതേസമയം മാർജിൻ ടോപ്പ് എടുക്കുമ്പോൾ സ്ക്രീനിന്റെ മുകളിൽ നിന്നല്ല, പകരം അതിന്റെ മുകളിലുള്ള എലമെന്റിൽ നിന്നാണ് എടുക്കുന്നത്. മനസ്സിലായോ? ഇവിടെ ഇപ്പൊ ഈ ബ്ലൂ കളർ കഴിഞ്ഞിട്ടാണ് 250 പിക്സൽ എടുക്കുന്നത്. ഓക്കെ അല്ലേ? അതേസമയം മാർജിൻ ലെഫ്റ്റ് കൊടുത്തപ്പോ ഈ സ്ക്രീനിന്റെ ഈ എൻഡിൽ നിന്നാണ് മാറിയത്. മനസ്സിലായോ? ഓക്കെ. പിന്നെ ഒരു കാര്യം നോക്കി അറിയാം, ഇവിടെ ഞാൻ മാർജിൻ കൊടുത്തിട്ടില്ല. ഈ ഒരു സ്പേസ് കണ്ട, ഈ എൻഡില് 2 എൻഡിലും ഉണ്ട്, ശ്രദ്ധിച്ച. പക്ഷെ മാർജിൻ അവിടെ ഉണ്ട്. അത് എവിടെ നിന്ന് വന്നു? അത് ഓട്ടോമാറ്റിക് ആയിട്ട് അവരിട്ടതാണ്. അതപ്പോ ബോഡിക്ക് അകത്തുള്ള കാര്യത്തിനല്ലേ ഈ മാർജിൻ ഉള്ളത്. ബോഡിക്ക് അകത്തുള്ള H1-നാണ്, നമ്മൾ ഇട്ടതല്ല, അവരിട്ടതായിരിക്കണം. സോ അപ്പൊ എനിക്ക് ബോഡിക്ക് മാർജിൻ വേണ്ട. നമ്മളപ്പോ ഓൾറെഡി നമുക്ക് പേര് വിളിക്കുന്നതിന് പകരം ടാഗിനെ ഡയറക്റ്റ് ആയിട്ട് വിളിക്കാം. ഞാൻ പേര് കൊടുക്കാൻ കാരണം 2 H1 ടാഗ് ഉണ്ടെങ്കിൽ ഞാൻ പേര് വിളിച്ചാണ് സ്റ്റൈൽ ചെയ്യുന്നതെങ്കിൽ 2 H1 ടാഗിന് ഒരു പ്രോപ്പർട്ടി ആയിപ്പോ. മനസ്സിലായ? അതേസമയം പേര് വിളിച്ചാൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് സ്റ്റൈൽ ചെയ്യും. ഇവിടെ അപ്പൊ എനിക്ക് വേണമെങ്കിൽ ബോഡിക്ക് ഒരു ക്ലാസ് കൊടുത്ത് ചെയ്യാം. പക്ഷെ അതിൻ്റെ ഒന്നും നല്ലത് ഒരു ബോഡിയല്ലേ ഒരു HTML ഫയലിന് കാണൂ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബോഡിയെ വിളിച്ചിട്ട് എനിക്ക് മാർജിൻ വേണ്ട, മാർജിൻ 0 പോയത് കണ്ടോ? ഇവിടെ പക്ഷെ ഇപ്പോഴും മാർജിൻ ഉണ്ടല്ലോ, ഇതെന്ത് പറ്റി? അങ്ങനെ വരുമ്പോൾ നോക്കാൻ വേണ്ടിയാണ് ഇൻസ്പെക്ട്. ഇന്നലെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്തില്ലേ? ആ സാധനം നമുക്ക് ഇപ്പൊ ഉപയോഗപ്പെടുത്താം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് ഞെക്കി കഴിഞ്ഞാൽ സൈഡിൽ വിൻഡോ വരും. അതിന്റെ മുകളിൽ ഈ ഫോൺ സിമ്പലിന്റെ സൈഡിൽ ഒരു ആരോ മാർക്ക് കണ്ട, മൗസിന്റെ ഒരു ആരോ, അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എവിടെയാണോ നോക്കേണ്ടത് അതിന്റെ മുകളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണിച്ചു തരും. മനസ്സിലായ? അവിടെ അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ആരോ ക്ലിക്ക് ചെയ്തു, അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു മാർജിൻ കിടപ്പുണ്ട് 21.44. ഈ ഇതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ടോ മാർജിൻ? ഞാൻ മാറ്റിയാ പോകും. കണ്ടോ? H1 ഹെഡറിനകത്ത് മാർജിൻ 21.44. അതപ്പോ എവിടെന്നാ വരുന്നതെന്ന് ഈ സൈഡിൽ നോക്കിയാൽ ചിലപ്പോ മനസ്സിലാവും. മാർജിൻ ബ്ലോക്ക്. H1-ന്റെ ഫോണ്ട് ആണെന്തോ. H1 ടാഗിന്റെ മാർജിൻ ആണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. കണ്ട, H1 ടാഗിനകത്ത് ആണ് ആ മാർജിൻ 0. ഈ റെം എന്ന് പറയുന്നത് പിക്സൽ പോലെ ഒരു യൂണിറ്റ് ആണ്. ഈ EMPX അത് ഞാൻ പിന്നെ ഒരു തവണ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു യൂണിറ്റ് ആണ്. ഈ സെന്റിമീറ്റർ മീറ്റർ പോലെ ഒരു യൂണിറ്റ് ആണെന്ന് അറിഞ്ഞാൽ മതി. സോ അപ്പം മാർജിൻ വരുന്നത് അവിടെ നിന്നാണ്. നമുക്കപ്പോ അതൊരു P ടാഗ് ആക്കിയാൽ ആ മാർജിൻ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അത് H1 ടാഗിന്റെ മാർജിൻ അല്ലേ. ഞാനപ്പോ അത് H1 മാറ്റി P ആക്കിയാൽ മാർജിൻ പോകേണ്ടതാണ്. മാർജിൻ പോയില്ല. അതെ, അതെ. ഇമേജ് ശകലം മാറി, ഇമേജ് സൈഡിൽ നിന്ന് ശകലം ഒന്ന് മാറിക്കാണാം. ഇല്ലടാ, ഇമേജ് 0 പോലെ. കാരണം ഇമേജിന് ഓൾറെഡി നമ്മൾ എടുത്തു പറയുന്നുണ്ട് സ്ക്രീനിന്റെ സൈഡിൽ നിന്ന് 250 പിക്സൽ മാറി നിക്കണമെന്ന്. അതില്ലായിരുന്നെങ്കിൽ ഇത്തിരിയെ മാറും. അതൊരു മൈനർ ഇതാണ്ട് കാണാൻ പറ്റാത്തതാ. നമ്മൾക്ക് ഇവിടെ എന്താ മാളിലൊരു സാധനം. ഞാനൊരു കാര്യം ചെയ്ത് നോക്കട്ടെ, വർക്കായാ പറഞ്ഞുതരാം. അല്ലേ വെറുതെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. വർക്കായി, അപ്പൊ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പൊ ഞാൻ ബോഡി ടാഗ് കൊടുത്ത് മാർജിൻ 0 പോയിട്ടും എന്താ ആ സാധനം പോയില്ല, മാളിലുള്ള സ്പേസും അല്ല. അതേസമയം ഞാൻ ആസ്ട്രിക്റ്റ് കൊടുത്തപ്പോ മാർജിൻ, അതിനകത്ത് ഞാൻ മാർജിൻ പറഞ്ഞ പോയി. ആസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് എല്ലാ മെയിൻ ടാഗും എന്താ ഈ ഒരു കോമൺ ആയിട്ട് വരുന്ന. ഞാനിപ്പോ ഇതിനകത്തൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്താൽ
ബാക്ക്ഗ്രൗണ്ട് കളർ എവിടെ പോയി? ഓ, ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതില്ല. അപ്പോൾ ഒരു ഞാൻ വേറൊരു കാര്യം അത് വിട്ടുതരാം. ഞാനപ്പോൾ മൊത്തം ഒരു എന്താ പറയുന്നത്, ഏറ്റവും മുകളിലത്തെ ടാഗ് ആണെന്ന് കൺസിഡർ ചെയ്താൽ മതി. ഇത് HTML ടാഗ് ആണെന്ന് കൺസിഡർ ചെയ്താൽ മതി. ബോഡി ടാഗിന്റെ ആ മാർജിൻ മാറ്റി, പക്ഷെ അപ്പോഴും അവിടെ മാർജിൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ HTML ടാഗിന്റെ മാർജിൻ മാറ്റിയെന്ന് കരുതിയാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മളിനി അതേ കിടന്ന് കളിച്ച് നമ്മൾ ചളവാക്കുന്നില്ല. നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് കിടക്കാം. വീഡിയോ ആക്കാൻ പറ്റും. വീഡിയോയ്ക്ക് എങ്കിലും ഒരു ടാഗ് കാണണമായിരുന്നു. എന്തായിരുന്നു അത്? വീഡിയോയ്ക്ക് ഒരു ടാഗ് ഉണ്ട്, വീഡിയോ ടാഗ് ഉണ്ട്. അതിനകത്ത് അപ്പോൾ നിനക്ക് വേണമെങ്കിൽ വീഡിയോ ഇടാം. നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ഇടണമല്ലോ. എന്താ ചെയ്യുന്നത് ഇപ്പം? ഒരു കാര്യം ചെയ്യാം, നമുക്ക് എൻ്റെ ചാനലിൽ ഇപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ എടുത്തോണ്ട് വരാം. സ്റ്റാറ്റർജിക്കൽ മൂവ് എന്തിറ്റി ഇതെന്തെറ്റി മൊത്തം ലാഗാണല്ലോ ദൈവമേ. രണ്ടെണ്ണം എൻ്റെ ചാനലിൽ വരുമോ എന്തോ, നമുക്ക് നോക്കാം. ഇന്നലെ ഒരു വീഡിയോ ഇട്ടതാ, വരുമായിരിക്കും. ഇതല്ല എൻ്റെ ചാനൽ. ആരുടെ ചാനലും ആയിക്കോട്ടെ, തൽക്കാലം നമുക്കൊരു വീഡിയോ കിട്ടിയാൽ ഡൗൺലോഡ് ചെയ്താലും ഡൗൺലോഡ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ വീഡിയോ ഒന്നും ആരും ഡൗൺലോഡ് ചെയ്യണ്ട, അതിന്റെ ആവശ്യമില്ല. ഡൗൺലോഡ് ചെയ്യണ്ട, ഇപ്പൊ വെറുതെ പോയി സമയം കളഞ്ഞ്. എനിക്ക് എന്റെ വീഡിയോ മതി. അതിനൊരു ബുദ്ധി. അതേ കിടക്കുന്നു എൻ്റെ വീഡിയോ. ഓക്കെ, നമുക്കപ്പോൾ ആ വീഡിയോയിൽ ലിങ്ക് ഇട്ട് നോക്കാം. വർക്കാവുമെന്ന് എനിക്ക് ഉറപ്പില്ല, നമുക്ക് എന്നാലും ഇട്ട് നോക്കാം. എവിടെ കോഡ് വീഡിയോ വന്നിട്ടില്ല സുഹൃത്തുക്കളെ. വെറുതെ അപ്പം ഇട്ട് സമയം കളയണ്ട. യൂട്യൂബ് വീഡിയോസ് ഒക്കെ നമുക്ക് ഇടാൻ വേണ്ടി വേറൊരു സാധനമുണ്ട്, ഐഫ്രെയിം എന്നാണ് അതിനെ വിളിക്കുന്നത്. ഐഫ്രെയിമിനകത്തും വീഡിയോസ് ഇടാം. ഐഫ്രെയിം വന്നോ? ചേഞ്ചസ് പറയടാ. ഇടാം. ഇല്ല, അങ്ങനൊന്നും ഇല്ല. എനിക്കിപ്പോ ഈ വീഡിയോ അതപ്പോ എന്റെ പ്രൊഫൈൽ ഡിവിഷൻ ആണെന്ന് വിചാരിച്ചു. എനിക്കപ്പോ വീഡിയോസ് ഷെയർ ചെയ്യുന്നത് വേറെ ഡിവിഷനിൽ വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ഡിവിഷൻ ഉണ്ടാക്കാം. അതിനകത്ത് പിന്നെ വീഡിയോസ് നമ്മൾ വീഡിയോ ടാഗിലല്ല കേട്ടോ ഇടുന്നത്. അത് എനിക്ക് ഞാൻ ഉപയോഗിച്ചില്ലാത്തൊരു തോന്നിയതാണ്. ഐഫ്രെയിം എന്ന് പറഞ്ഞൊരു സാധനത്തിനകത്താണ് മോസ്റ്റ്ലി വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുന്നത്. അതിന്റെ സോഴ്സിൽ കൊടുത്താൽ മതിയേ. അതാണ് എനിക്ക് അതായിരിക്കണം. എന്തോടാ, എനിക്ക് വീഡിയോ ടാഗുമായിട്ട് വലിയ പരിചയമില്ല. യൂട്യൂബിലെ വീഡിയോസ് ആണ് നമ്മൾ മിക്കവാറും ഇടുന്നതെങ്കിൽ യൂട്യൂബ് തന്നെ അതിനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. താഴത്തെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എംബഡ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വീഡിയോയിലാണോ അതിന്റെ ഒരു ഐഫ്രെയിമിന്റെ ഒരു കോഡ് കിട്ടും. അത് ചുമ്മാ കൊണ്ടിട്ടാ താനെ പ്ലേ ആയിക്കോളും. ഞാൻ കാണിച്ചു തരാം. ഞാനപ്പോ വീഡിയോയിലെ ഐഫ്രെയിം ഓപ്പ് ചെയ്ത് ഇവിടത്തെ ഞാൻ ഇട്ട ഐഫ്രെയിം റീപ്ലേസ് ചെയ്ത് വരേണ്ടതാണ്. ഒന്നോ ലോഡിങ് എന്തോ കറുത്തിട്ട് കണ്ടാവുന്നത് കണ്ടോ. ഇതപ്പം ഗൂഗിൾ തന്നെ കുറച്ച് ആട്രിബ്യൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. ടൈറ്റിൽ, യൂട്യൂബ് വീഡിയോ പ്ലെയർ, ആക്സിലോമീറ്റർ, ഓട്ടോ പ്ലേ, ക്ലിപ്പ് ബോർഡ് റൈറ്റ്, ജൈറോസ്കോപ്പ്, പിക്ചർ ഇൻ പിക്ചർ, അലോ ഫുൾ സ്ക്രീൻ. ഇതൊക്കെ അവരുടെ കുറച്ച് ഫീച്ചറാണ്. ഫോണിലൊക്കെ ആണെങ്കിൽ ആക്സിലോമീറ്ററും ഗൈറോസ്കോപ്പും എനിക്കൊന്ന് മൂവ്മെന്റ് എന്തോ ഡിറ്റക്ട് ചെയ്യാൻ അങ്ങനെ എന്തോ സാധനത്തിനാണ്. സോ അപ്പൊ പ്ലേ വേണ്ടതുമാണ്. ഇതാണ്ടില്ലേ, പ്ലേ ആവുന്നുണ്ട്. ഞാൻ പ്ലേ ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? അത് ക്ലിയർ അല്ലേ? ഒരു വീഡിയോ മാത്രമല്ല, നമുക്ക് എത്ര വീഡിയോ വേണോ എംബഡ് ചെയ്യാം. അതിന് മുന്നേ ഞാൻ ഒരു സാധനവും കൂടെ പറഞ്ഞു തരാം. ഞാനിപ്പോ മാർജിൻ മാത്രമല്ലേ പറഞ്ഞു തന്നിട്ടുള്ളൂ. പാഡിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. മാർജിൻ എന്ന് പറഞ്ഞാൽ ഈ അശ്വിൻ അശോകിന്റെ സ്ക്രീനിൽ നിന്ന് അകറ്റുന്ന ദൂരമാണ്. ഞാനപ്പോ ഹെഡർ ടാഗിന് ഒരു മാർജിൻ കൊടുത്താൽ മാർജിൻ ലെഫ്റ്റ് ഒരു 100 പിക്സൽ കൊടുത്താൽ എന്ത് പറ്റും?
ഇതാണ്ടില്ലേ സ്ക്രീനിന്റെ സൈഡിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് അടക്കം മൊത്തത്തോടെയാണ് അങ്ങോട്ട് നീങ്ങി പോകുന്നത്. പക്ഷെ എനിക്ക് അശ്വിൻ അശോകാണ് നീങ്ങേണ്ട. ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് നിൽക്കണം. മനസ്സിലായ ഞാൻ പറഞ്ഞ സിനാരിയോ? മനസ്സിലായ? ബ്ലൂ അവിടെ നിൽക്കണം, അശ്വിൻ പോണം. അപ്പൊ അതിനു വേണ്ടിയാണ് പാഡിങ് ഉപയോഗിക്കുന്നത്. ഒരു ടാഗിന്റെ എന്താ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അവിടെ നിലനിൽക്കും, ടാഗിനകത്തുള്ള കണ്ടന്റ് മാത്രം. ഞാൻ ഒരു എക്സാമ്പിളും കൂടെ കാണിച്ചുതരാൻ. മനസ്സിലായി? 100 പിക്സൽ കൊടുത്താൽ മൊത്തത്തിൽ സോറി ഇത് ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. പാഡിങ് ലെഫ്റ്റ് മാത്രം ഇപ്പം മതി. കണ്ട ലെഫ്റ്റിൽ നിന്ന് മാത്രം 100 പിക്സൽ പോയത് കണ്ട. അതേസമയം ഞാനിവിടെ ഇപ്പൊ പാഡിങ് ഒന്നും എടുത്തു പറയുന്നില്ല. നമ്മൾ ഏത് സൈഡിലോട്ടാണ് പറയുന്നില്ലെങ്കിൽ അത് മൊത്തത്തിൽ അങ്ങ് എടുക്കും. മനസ്സിലായോ? ഞാനപ്പോ ഇവിടെ ഇപ്പൊ ഞാൻ മാർജിൻ എന്നേ പറയുന്നുള്ളൂ. സൈഡ് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ അതിന് സൈഡ് ഏതാണെന്ന് അറിഞ്ഞൂടല്ലോ. അതപ്പോ സോ എല്ലാ സൈഡിൽ നിന്നും 100 പിക്സൽ വീതം അങ്ങ് എടുക്കും. മനസ്സിലായോ? സോ അതാണ് അതിന്റെ കാര്യം. ഇതൊന്നും മാറ്റാം, ഇതും ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ പാഡിങ്ങും മാർജിനും ഇപ്പൊ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ, ഞാൻ അതൊന്ന് പറഞ്ഞുതരാം. അല്ല, പിക്സൽ ഉപയോഗിക്കാറില്ലടാ. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ഒരാൾക്ക് വെബ്സൈറ്റിൽ കാണാൻ മാത്രം വേണ്ടി അല്ലല്ലോ. ഫോണിൽ ഒരാൾക്ക് ഫേസ്ബുക്കിന്റെ സൈറ്റ് കണ്ടുകൂടെ? മനസ്സിലായോ ഞാൻ പറഞ്ഞ? ഇതിപ്പോ എന്റെ സ്ക്രീനിൽ ഞാനിപ്പോൾ പിക്സൽ എന്ന് പറയുന്നത് എന്താ, ഈ കോൺസ്റ്റന്റ് പോലെയാണ്. സ്ക്രീന് മാറിക്കഴിഞ്ഞാൽ അത് അതനുസരിച്ച് മാറത്തില്ല. ഞാനപ്പോ ഇൻസ്പെക്ട് ചെയ്താൽ എനിക്ക് ഇതിനകത്ത് തന്നെ ഈ സൈഡിൽ ഒരു സാധനം കണ്ടോ, 2 വര കണ്ടോ? റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ മെനു മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലത്തെ ആ 2 വര വരും. ഇത് വന്നാൽ നമുക്ക് മിനിമൈസ് ചെയ്ത് നോക്കാൻ പറ്റും. സ്ക്രീനിന്റെ വിഡ്ത് കണ്ടില്ലേ? ഇത് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. ഫോണിൽ ഏകദേശം ഈ രീതിയിലായിരിക്കും കാണുന്നത്. ഫോണിൽ അപ്പൊ ഇത് ഇങ്ങോട്ട് പോകുന്നില്ല. കാരണം എന്താ പറയുന്നത്, ആ പിക്സൽ ഇത്രയുള്ള സൈഡിലോട്ട് ഇൻസ്പെക്ട് ഒരു മിനിറ്റ് സൈഡില് അതിന്റെ ഉണ്ടോ, അതിന്റെ മാർജിൻ എല്ലാം ഫിക്സഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഞാനതൊന്നും കൂടെ മനസ്സിലാക്കി തരാം. ഒരു സെക്കൻഡ്. എന്താ പറയുന്നത്? സോ അപ്പോൾ ഇതിപ്പോ എനിക്കിപ്പോ ഫോണിലല്ല, എന്റെ സൈറ്റില് എന്റെ ഈ ഫോട്ടോ എനിക്ക് ലെഫ്റ്റ് സൈഡിലാണ് നിൽക്കേണ്ടത്, ഇവിടെയാണ് നിൽക്കേണ്ടത്. അതേസമയം അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത്. പിക്സൽ വെച്ചാണ് ഞാൻ കോഡ് ചെയ്ത് പോയത്. പക്ഷെ ഒരാൾ ഫോണിൽ എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഇപ്പൊ ഇമേജ് നിൽക്കുന്നത്. അല്ലല്ലോ, അത് സൈഡിലോ ഈ സൈഡിലോട്ട് കയറി വന്നില്ല. ഞാനപ്പോ ഇനിയും ചെറുതാക്കുകയാണെങ്കിൽ ഇത് ഏകദേശം എന്ത് പറ്റിയതാ, ഒരു ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഫോണിന്റെ ഒക്കെ പേര് കാണാം. ഐഫോണിലൊക്കെ കാണാമെങ്കിൽ ഇങ്ങനെ എന്തൊരു വൃത്തികേടാ. ഇതപ്പോ നമ്മളപ്പോ ഇങ്ങനെ ചെയ്യാറില്ല. പിക്സൽ ഞാനിപ്പോ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ തുടങ്ങുന്നത് പിക്സൽ വെച്ചായിരിക്കും. പക്ഷെ ചെയ്തു പോകുമ്പോ മൊത്തത്തിൽ 2 ടൈപ്പ് യൂണിറ്റ്സ് ആണ് ഉള്ളത് CSS-ൽ. ഒന്ന് ഞാൻ കാണിച്ചു തരാം. ടൈപ്സ് ഓഫ് യൂണിറ്റ്സ് ഇൻ CSS. ഒരു മിനിറ്റ്. CSS യൂണിറ്റ് 2 ടൈപ്പ് യൂണിറ്റ് ആണ് നമ്മൾ CSS കോഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തത് ആബ്സല്യൂട്ട്, രണ്ടാമത്തത് റിലേറ്റീവ്. സോ ഇപ്പോ ആബ്സല്യൂട്ട് യൂണിറ്റ് എന്ന് പറയുന്നതാണ് പിക്സൽ, സെന്റിമീറ്റർ, ഇഞ്ച്. അതൊക്കെ ഏത് സ്ക്രീനിലായാലും ഇപ്പൊ ഞാൻ ഈ സ്ക്രീനിൽ ഇപ്പോ 100 പിക്സൽ കൊടുത്താൽ അത് ഫോണിലായാലും 100 പിക്സൽ തന്നെ ആയിരിക്കും. അതേസമയം റിലേറ്റീവ് യൂണിറ്റ് എന്ന് പറയുന്നതാണ് റെം, വ്യൂ പോർട്ട്, വിത്ത്, VH എന്ന് പറയുന്ന വ്യൂ പോർട്ടാണ് സ്ക്രീനിന്റെ മാക്സിമം. സോ അപ്പൊ ഞാൻ ഇവിടെ ഒരു 10 VH എന്ന് ഉപയോഗിക്കുന്നത് ഹൈറ്റ് ആണ്. ഞാനിപ്പോ ഇവിടെ 100 VH എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിന്റെ മൊത്തം എനിക്ക് കാണാൻ പറ്റുന്ന സ്ക്രീനിന്റെ മൊത്തം. ഞാനപ്പോ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നാൽ എങ്ങനെയിരിക്കും, ഇത് ഇത്രയൊന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി Ctrl+ നമ്മുടെ / അടിച്ചു കഴിഞ്ഞാൽ കമന്റ് ആവും. ഞാനിപ്പോ ഒരു ഡിവ് തുറന്നു. ഡിവിന്റെ ഒരു പേരിട്ടു ഞാൻ, ക്ലാസ് ഡിവിനിട്ടു ബാക്ക്ഗ്രൗണ്ട് എന്നാണ് ഞാൻ എൻ്റെ ഡിവിന്റെ ക്ലാസ് കൊടുത്തത്. ഞാൻ ഇപ്പൊ ഇതിനകത്ത് വന്ന് ഇതൊക്കെ അവിടെ കിടക്കട്ടെ, കുഴപ്പമൊന്നും ചെയ്യത്തില്ല. .back ബാക്ക്ഗ്രൗണ്ട് ഞാനിപ്പോ അതിനകത്ത് വിട്ട് ഒരു 100 പിക്സൽ കൊടുത്തു, ഹൈറ്റ് ഒരു 100 പിക്സൽ കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് കളർ അത് വൈറ്റ് ആണ് ഡിഫോൾട്ട് വരുന്നത്, അതുകൊണ്ടാണ് ഇപ്പൊ കാണാൻ പറ്റാത്ത. ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു കാണാൻ വേണ്ടി നമുക്കൊരു റെഡ് കൊടുക്കാം, ക്രിംസൺ കൊടുക്കാം. ഇതാ വന്നേണ്ട, അവിടെ വന്നത് കണ്ടോ, 100 പിക്സൽ കൊടുത്തപ്പോ ആ ഒരു കോർണറിൽ വന്നു. അതപ്പോ ഏത് സ്ക്രീനിലാണെങ്കിൽ തന്നെയും 100 പിക്സൽ തന്നെയായിരിക്കും. മനസ്സിലായോ?
ഞാൻ ചെറുതാക്കിയാലും ഒരു പരിധി കഴിയുമ്പോൾ അത് 100 പിക്സൽ തന്നെയായിരിക്കും. അതപ്പോൾ ഇങ്ങനെ ആ പിക്സൽ ഒരു ഗുമ്മില്ല. 100 സെന്റിമീറ്റർ ആക്കിയാലും ഇങ്ങനെ ഇരിക്കും. അതാകുമ്പോൾ ഒരു 100 വേണ്ട, 10 സെന്റിമീറ്റർ മതി. 10 സെന്റിമീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഫിക്സഡ് ആയിരിക്കും. ഞാനപ്പോ 10 സെന്റിമീറ്ററിന്റെ ചെറിയൊരു സ്ക്രീനിൽ പോയാലും അതൊരു വൃത്തി കാണത്തില്ല. കണ്ടില്ലേ, മാളിൽ കയറിപ്പോ അങ്ങനെയല്ല. ബേസിക്കലി കോഡ് നമ്മുടെ ആ ഒരു ഫ്ലോ പോകുന്ന അങ്ങനെയല്ല. സോ അപ്പൊ നമ്മള് മൊത്തത്തിൽ എന്താ പറയുന്നത്, മൾട്ടിപ്പിൾ ഡിവൈസസിന് വേണ്ടി എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിലും ഫോണിലും ഈ ഐപാഡ് പോലത്തെ എല്ലാ ഡിവൈസസിലും കാണണമെന്ന് പറയുമ്പോൾ നമ്മൾ റെസ്പോൺസീവ് ആയിട്ടുള്ള റിലേറ്റീവ് യൂണിറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനത്തേതാണ് വ്യൂ പോർട്ട് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതെന്താ സാധനം, എന്താ പറയുന്നത്, ഞാനിപ്പോൾ കുറച്ചുകൂടെ ഒരു നല്ല എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് 100 സെന്റിമീറ്റർ ഹൈറ്റ് 50 സെന്റിമീറ്റർ കൊടുത്താൽ എൻ്റെ സ്ക്രീന് നിറയും. ഓക്കെ, ഇപ്പൊ എൻ്റെ സ്ക്രീന് നിറഞ്ഞല്ലേ ഇവിടെ നിൽക്കുന്നത്. സൈഡിൽ സ്ക്രോൾ ബാർ ഒന്നുമില്ല. ഇപ്പൊ എൻ്റെ കംപ്ലീറ്റ് സ്ക്രീൻ റെഡ് ആണ്. ഓക്കെ, കറക്റ്റ് അല്ലേ? ഞാൻ അങ്ങനെയാണ് ഒരു സൈറ്റ് ഡിസൈൻ ചെയ്തത്. ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് റെഡ്. പക്ഷെ ഒരാൾ ഫോണിൽ കാണുമ്പോൾ അയാളുടെ താഴെ വെള്ള കളർ, മനസ്സിലായോ? അത് പക്ഷെ നമ്മള് സൈറ്റ് ഫുൾ ഡിസൈൻ ചെയ്ത് വൈറ്റ് ആയിട്ടാണ് അല്ലേ? അല്ല, റെഡ് ആയിട്ടല്ലേ? അത് അവിടെയാണ് ഈ പിക്സലൊക്കെ ഫിക്സഡ് ആണ്. ഈ സെന്റിമീറ്റർ ഒക്കെ ഫിക്സഡ് ആണ്. അതേസമയം VHും VW എന്നൊക്കെ പറയുന്ന റിലേറ്റീവ് യൂണിറ്റ് ആണ്. അത് ഞാൻ കാണിച്ചു തരാം. അത് കാണാൻ പറ്റൂലടാ, പാടാണ്. ഞാനിത് ഉണ്ടാവും. പക്ഷെ അതൊരു നല്ല പ്രാക്ടീസ് അല്ലല്ലോ. ഈ വലിയ ഇവിടെ പറയുന്നത്, നിനക്കിപ്പോ ഒരു പ്രൈസ് കിട്ടി, നീ ഒരു ഓഡിറ്റോറിയത്തിൽ ചെന്നു, അവിടുത്തെ വലിയ സ്ക്രീനിൽ നിന്റെ വെബ്സൈറ്റ് നോക്കുമ്പോഴത്തേക്ക് എങ്ങനെ ഇരിക്കും? മനസ്സിലായ ഞാൻ പറഞ്ഞ? അതപ്പോ ഒരു നല്ലൊരു ഇതല്ല. ഞാനപ്പോ ഇവിടെ 100 VHും വിഡ്ത്ത് 100 VW എന്ന് പറയുമ്പോൾ വ്യൂ പോർട്ട് വിഡ്ത്ത് എന്നാണ്. വ്യൂ പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വിഡ്ത്ത്, VH എന്ന് പറയുമ്പോൾ കാണാൻ പറ്റുന്ന ഹൈറ്റ്. ഞാനപ്പോ ഇതും അത് കൊടുത്തപ്പോ നേരത്തെ അതേ ഒരു എഫക്റ്റ് ആണ് വരുന്നത്. ഞാനപ്പോ ഇത് ചെറുതാക്കിയാൽ താഴെ വൈറ്റ് ഇല്ല, മനസ്സിലായോ? അതാണ് അപ്പൊ എന്താ പറയുന്നത്, ഈ ഒരു യൂണിറ്റ്സിന്റെ ഡിഫറൻസ്. പക്ഷെ ആദ്യമേ കയറി നമ്മൾ വ്യൂ പോർട്ടിൽ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മനസ്സിലാവണമെന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ആദ്യം നമ്മൾ പിക്സൽ വെച്ച് തുടങ്ങിയിട്ട് പോകുന്ന വഴിക്ക് നമുക്ക് എന്താ VHലോട്ടും VWലോട്ടും ആദ്യം ഇതിൽ കയറി കളിച്ചാൽ ശരിയാകത്തില്ല. നിങ്ങക്ക് നോക്കാം, ഞാൻ പറയുന്നില്ല, നോക്കിക്കോ, സീനൊന്നുമില്ല. കത്തിയാൽ നല്ലതാണ്. എനിക്ക് പക്ഷെ കത്തിയില്ല. ഞാൻ ഈ സാധനം ആദ്യം വിട്ടിട്ട് പോയത്, പിന്നെ രണ്ടാമതൊന്ന് തപ്പിപ്പിടിച്ചെടുക്കാൻ ഈ VHന്റെ കാര്യമൊക്കെ പഠിക്കുന്നത് എന്റെ. സോ അപ്പോ അത്രയും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ഡിവ് വിത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട്. അതിനകത്ത് ഈ വരുന്ന ഗ്രീൻ ഒക്കെ ഞാൻ സ്റ്റൈലിൽ പറഞ്ഞു. ആ പെട്ടിയുടെ നീളം, വീതി, കളർ വരുന്നുള്ളൂ. അത് ഞാൻ ബാക്കിയുള്ള കോഡ് കമന്റ് ചെയ്തതാ. ഞാനപ്പോ ഇതങ്ങ് കമന്റ് മാറ്റിയാൽ പറയാടാ, കേക്കാം. അതെ, ഇല്ലടാ, അതിന്റെ ഇതൊരുമാതിരി സ്റ്റാക്ക് പോലെയാണ്. ഈ ഡിവിനകത്ത് ഞാനിപ്പോ വേറൊരു ഡിവ് വിത്ത് ക്ലാസ് എന്താ കൊടുക്കുന്ന കണ്ടന്റ് എന്ന് കൊടുത്തെന്ന് വിചാരിച്ചോ. ഞാനപ്പോ കണ്ടന്റിന് ഇപ്പൊ ഇവിടെ വേറെ സ്റ്റൈല്, വേറെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തെന്ന് വിചാരിച്ചോ. കണ്ടന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു യെല്ലോ കൊടുത്തെന്ന് ഇപ്പൊ അത് കാണിക്കത്തില്ല, കാരണം വിട്ടൊന്നും ഇല്ല. ആ പെട്ടിക്ക് വിട്ട് നീളവും വീതി ഇല്ലാത്തതുകൊണ്ട് അത് വരത്തില്ല. ഞാനപ്പോ വിട്ട് ഒരു 100 പിക്സലും ഹൈറ്റ് ഒരു 100 പിക്സലും കൊടുത്താൽ ഇതാണ്ടോ, പച്ചയുടെ മുകളിലേ വരുള്ളൂ, മനസ്സിലായില്ലേ? വേറൊരു ഡിവ് കൊടുത്താ അത് ഇങ്ങനെ തന്നെ വരും. ഞാനിപ്പോ അതെ വേറൊരു കണ്ടന്റ് 1 മാറ്റി നോക്കാം. ഞാൻ അത് കമന്റ് മാറ്റി നോക്കാം. എന്ത് അതിന്റെ മുകളിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരണം. അതിന്റെ താഴെ വരും, മനസ്സിലായോ?
അത് വേറെ വന്നില്ലേ കുഴപ്പമില്ല. അതിന്റെ താഴെ വന്നില്ലെങ്കിൽ നമ്മൾ കൊടുത്ത സംഭവം വന്നില്ലേ? ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ വെച്ചത് ബാക്ക്ഗ്രൗണ്ട് കളർ അതിട്ടില്ല. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിപ്പോ ഞാനപ്പോ ഇതിന്റെ കൂടെ തന്നെ കണ്ടന്റ് വന്നെന്ന് എഴുതി അതിനകത്ത് വേറൊരു ഡിബും കൂടെ ഇട്ട് അതിന്റെ കളർ ഇപ്പോ യെല്ലോ മാറ്റി ഒരു റെഡ് കൊടുത്താൽ ഇല്ല, താഴെ വരും. ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ താഴെ വരാൻ സൈഡിൽ വരാത്തത് എന്തുകൊണ്ടെന്നൊരു ഡൗട്ട് വന്നൂടെ? അതെന്തിനു താഴെ പോയി? ഇവിടെ സൈഡിൽ ഇത്രയും സ്ഥലം കിടക്കയില്ലേ? അതിനെന്തുകൊണ്ട് താഴെ പോയി? അതിനിപ്പോ രണ്ട് ടൈപ്പ് എലമെന്റ്സിന് തന്നെ രണ്ട് ടൈപ്പ് എലമെന്റ് വന്നു. ഒന്ന് ബ്ലോക്ക് ലെവലും ഒന്ന് ഇൻലൈൻ ലെവലും. ഞാനതൊന്ന് കാണിച്ചു തരാം. ബ്ലോക്ക് ആൻഡ് ഇൻലൈൻ എലമെന്റ്സ് ഇൻ HTML. ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുമ്പോൾ അവര് ഭയങ്കര വാശിക്കാരാണ്. എനിക്ക് എന്റെ സ്ഥലം വേണം എന്ന് വെച്ചാൽ ഞാനിപ്പോ അവന്റെ അടുത്ത് നിൽക്കത്തില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു റോ ഫുൾ വേണം. ഒരു തിയേറ്ററിൽ കയറിയ അവസ്ഥയാണ്. എന്താ പറയുന്നത്, ഈ ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ അവർക്ക് അവർ ആയിരിക്കുന്ന റോയിൽ ഒറ്റ ഒരുത്തൻ ഇരുത്താൻ സമ്മതിക്കത്തില്ല. അങ്ങനെയുള്ള എലമെന്റ്സ് ആണ് അഡ്രസ്സ്. നമ്മൾ ഉപയോഗിച്ച ഡിവിനകത്ത് കാണും. ദേ കിടക്കുന്ന ഡിവ് കണ്ട, അയാൾ ഇരിക്കുന്ന റോയിൽ വേറെ ഒറ്റ ഒരുത്തനെ ഇരുത്തത്തില്ല. അതേസമയം പി ടാഗിനെ പോലുള്ള പി ടാഗ് ഇവിടെ ഇൻലൈൻ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പി ടാഗ് ഇല്ല ഇതിനകത്ത്, ഇല്ല. പകരം ഇമേജ് ടാഗ് ഉണ്ട്. ഇമേജ് ടാഗ് നമ്മൾ നോക്കിയതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു മഞ്ഞ പെട്ടിക്ക് ശേഷം ഒരു ഇമേജ് ടാഗ് ഇട്ട് നോക്കാം. എവിടെ വരുമെന്ന് അറിയാമല്ലോ. സോഴ്സ് നമ്മൾ നേരത്തെ എടുത്തോണം. ഇമേജ് തന്നെ ഇടാവേ. വന്നില്ലല്ലോ. അത് താഴെ വന്നല്ലോ, അത് തെറ്റി. അത് വരാൻ കാരണം മാളിൽ കിടന്ന ആള് ഡിവാണ്. മനസ്സിലായോ? അവന്റെ റോയിൽ അവ ഒറ്റ ഒരുത്തന്നെ ഇരുത്തിയില്ല. നമുക്കപ്പോ ഒരു ഇമേജ് ടാഗും കൂടെ അതിന്റെ താഴെ സെയിം ടാഗ് തന്നെ കോപ്പി ചെയ്ത് നോക്കാം. അവർ രണ്ടുപേരും അടുത്ത് വരേണ്ടതാണ്. വന്നില്ലേ? അത് ലോഡിങ്ങ വരട്ടെ. ഒരു മിനിറ്റ്, ഞാൻ രണ്ടാമത്തെ ഇമേജിനെ കാണാനില്ല. അതെവിടെ പോയി? അതിനെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് ഇതാ കാണിച്ചു തരാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്താൽ നമ്മുടെ ഈ കറന്റ്ലി ബ്രൗസറിൽ കാണിക്കുന്ന സാധനങ്ങൾ മൊത്തം ഈ സൈഡിൽ കോഡ് വരും. മനസ്സിലായോ? ഇതിനകത്തപ്പോൾ നോക്കിയാൽ ബാക്ക്ഗ്രൗണ്ടിനകത്ത് എന്റെ ഒരു ഇമേജ് ടാഗേ വന്നിട്ടുള്ളൂ. കണ്ടോ? അപ്പൊ നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ചിലപ്പോ അതാണ്ട ഇപ്പൊ വന്നോ, അത് ലോഡിങ് ഇഷ്യൂ ആണ്. അപ്പൊ ഇമേജ് ടാഗ് ഒരു ഇൻലൈൻ എലമെന്റ് ആയോണ്ട് അവന്റെ അടുത്തിരുത്താൻ വേറൊരാളെ സമ്മതിക്കും. പക്ഷെ ഡിവ് ടാഗ് ബ്ലോക്ക് എലമെന്റ് ആയോണ്ട് ആ റോ ഫുൾ അങ്ങ് എടുക്കും. മനസ്സിലായില്ലേ? ഓക്കെ. നീ എന്താണ് കാളിദാസ് ഇതിന്റെ ഇടയിൽ എന്തോ ചോദിച്ചല്ലേ? വൈറ്റ് സ്പേസ്. വൈറ്റ് ആണ്. അതിന് ഞാൻ അതിന്റെ ഡിബിന് ഞാൻ വേറൊരു പേര് ക്ലാസ് കൊടുത്തിട്ട് അതിന് വേറെ കളർ കൊടുത്തു നോക്കി. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇത് ചെയ്ത പോലെയാണ് ചെയ്ത് നോക്കിയത്. നമ്മൾ അപ്പൊ ആ സാധനങ്ങൾ എല്ലാം ഒരു ഡിവിനകത്തല്ല കിടക്കുന്നത്. ശ്രദ്ധിച്ചറിയാം. ഇതാ ഇവിടെ ഇതാണ്ടില്ലേ, ഇത് ഒരു H1 ടാഗ്, ഒരു ഡിവ്, രണ്ട് ഡിവ്. ഇതെല്ലാം കൂടെ ഒരു ഡിവിനകത്തല്ല. നമുക്കപ്പൊ അതെല്ലാം കൂടെ ഒരു ഡിവിനകത്ത് ആക്കാം ആദ്യം. അതിന് സീനൊന്നുമില്ല. അങ്ങനെ ഇട്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഒരു ഡിവ് ടാഗ് ഉണ്ടാക്കുക, താഴെയുള്ള എല്ലാം കൂടെ കോപ്പി ചെയ്യുക, കട്ട് ചെയ്യുക, അതിനകത്ത് കൊണ്ടിടുക. ഇപ്പൊ കണ്ടില്ലേ, കാണാനൊരു വൃത്തിയുണ്ട്. രണ്ട് സെപ്പറേറ്റ് ആയിട്ട്. ആദ്യത്തേത് എന്റെ വീട് അഡ്രസ്, രണ്ടാമത്തെ ഡിവിനകത്ത് ഞാൻ ചെയ്ത പ്രോജക്റ്റ്. മനസ്സിലായില്ലേ? ഞാനിപ്പോ ആദ്യത്തെ ഡിവിനൊരു ക്ലാസ് കൊടുത്തു. എന്താ പറയുന്ന മെയിൻ സെക്ഷൻ. ഞാനതപ്പോ ഒരു എന്തോ എറാണെന്ന് നോക്കാം. മെയിൻ സെക്ഷൻ ബാക്ക്ഗ്രൗണ്ട് കളറ് എന്ത് കൊടുക്കാം? ഇതാണ്ടാ
ഇവിടെ പക്ഷേ ഒരു മാർജിൻ ഉള്ള കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ആ ഹെഡർ ടാഗിന് ഒരു മാർജിൻ കൊടുത്തിട്ടുണ്ട്. എവിടെ എവിടെ കണ്ടന്റ് ഇല്ല, ഞാൻ പറഞ്ഞുതരാം ഒരു മിനിറ്റ്. അത് എവിടെ നിന്നാണ് വരുന്നത്? അത് 6 മാർജിനാണ്. അത് ഹെഡറിന്റെ മാർജിൻ ആണെന്നാണ് എൻ്റെ അറിവ്. അല്ല, ഹെഡ് നമുക്ക് നോക്കാം, എനിക്ക് കൺഫ്യൂഷനാണ്. അപ്പൊ നമുക്ക് 6 മാർജിനാണ് നോക്കാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ട് ഞെക്കുക. ഇവിടെ മുകളിൽ ആരോയുടെ സിമ്പൽ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് എവിടെയാണോ വ്യത്യാസമുള്ളത് അതിന്റെ മുകളിലോട്ട് കൊണ്ടുപോയാൽ ഇതാ ഉണ്ടോ. ഇവിടെ എത്തിയപ്പോ ഏകദേശം ഇതാ മനസ്സിലായി അത് 6താണ്. ഹെഡറിന്റെ മാർജിനാണ് 100 പിക്സൽ, മനസ്സിലായില്ലേ? അതപ്പോ ഹെഡറിന്റെ മാർജിൻ 100 പിക്സലാണ്. നമുക്കപ്പോൾ അതൊന്ന് മാറ്റി നോക്കാം. ഹെഡറിന്റെ ഈ മാർജിൻ 100 പിക്സൽ കാരണമാണ് ഇവിടെ വരാത്തത്. ഞാനപ്പോൾ എനിക്ക് മാർജിൻ ടോപ്പ് 0 വേണം, എങ്കിലല്ലേ പറ്റൂ. അപ്പൊ ഞാൻ അതിനെ ഓവർ റൈഡ് ചെയ്തുകൊണ്ട് മാർജിൻ ടോപ്പ് 0 പിക്സൽ കൊടുത്താൽ പോയത് കണ്ട. ബാക്കി 3 സൈഡിലോട്ട് എന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഫ്ലോ പറഞ്ഞുതരാം. ആദ്യം വന്നു ബാക്ക്ഗ്രൗണ്ട് കോൺ ബ്ലൂ ആക്കി, പാഡിങ് ഈ അശ്വിൻ അശോക് എന്ന H1 ചുറ്റും 100 പിക്സൽ കൊടുത്തു. മൊത്തത്തിൽ മാർജിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ബ്ലൂവിന്റെ വെളിയിൽ ഒരു റൗണ്ട് അടിച്ച് മൊത്തത്തിൽ മാർജിൻ ഒരു എന്താ പറയുന്ന എത്ര 100 പിക്സൽ കൊടുത്തു. പക്ഷെ ഞാൻ മാർജിൻ ടോപ്പ് മാറ്റി, മനസ്സിലായില്ലേ? യെസ്, അതാണ് അതിന്റെ ഫ്ലോ. ഇതുവരെ എല്ലാം ക്ലിയർ അല്ലേ? ജിഷ്ണുവിന് എനക്ക് ഒന്നുമില്ലല്ലോ. ഹലോ, അവൻ പോയാ? കണ്ടില്ല. ഒരു 10 സെക്കൻഡ് ഇൻഡെക്സ് ഒന്ന് കാണിക്കാവോ? ഓക്കെ, കിടക്കുന്നു. ഓക്കെ, കാണാമല്ലോ അല്ലേ? എടാ ഇവിടെ മറ്റേ സ്റ്റാക്ക് പോലെ വരത്തില്ലേ? വരുമല്ലേ? ഓക്കെ ഓക്കെ. പക്ഷെ അതുകൊണ്ടാണല്ലേ ഓവർലാപ്പ് ചെയ്ത് വന്നേ? ഏത് മനസ്സിലായില്ല? മറ്റേ അതാണ് മെയിൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു സ്കിൻ കളറാണ്. അതിനകത്ത് ഹെഡറിന് ബ്ലൂ കളർ കൊടുത്തോണ്ടാണ് അതിന്റെ മുകളിൽ വന്നത്, മനസ്സിലായില്ലേ? ഇത് ഒരു ബിൽഡിംഗ് പോലെ കണക്കാക്കിയത്. ഫസ്റ്റ് ഫ്ലോർ മൊത്തം സ്കിൻ കളർ, അതിന്റെ മുകളിലത്തെ ബിൽഡിങ്ങില് ബ്ലൂ, തൊട്ട് മുകളിലത്തെ ഫ്ലോറിൽ ഇത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനിയിപ്പോ ഏതെങ്കിലും ടാഗ് ഉണ്ടോ? എടാ അത് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കോഡ് പെട്ടെന്ന് വൃത്തിയാവുന്നതാണ്. ഏതാടാ ഒന്നുകൂടെ പറഞ്ഞേ? വിൻഡോസിലുള്ളവർ അത് നോക്കാം. ഷിഫ്റ്റ് ഓൾട്ട് എഫ്. ഇത് നമ്മൾ കോഡ് വൃത്തിയായി കിടക്കുമ്പോൾ നമുക്ക് കാണാനും ഒരു സുഖത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പൊ ഒരു വൃത്തിയായി കാണും. ഓക്കെ, നമ്മൾക്കപ്പോ ഇനി ഏതെങ്കിലും ടാഗുകൾ നോക്കുവാനുണ്ടോ? ടാഗുകൾ കുറെ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ ഇപ്പൊ സ്വന്തമായിട്ട് കുറച്ചൊക്കെ നോക്കി വെക്കാം. നമുക്ക് പറ്റുന്നതൊക്കെ പറഞ്ഞു. നമ്മൾ ബോർഡർ നോക്കി, കളർ നോക്കി, കേഴ്സർ എന്നൊക്കെ പറയുന്നത് ചില സൈറ്റുകളിൽ ഇതാണ്ട ഈ കളറിന്റെ മുകളിൽ കൊണ്ടുപോയപ്പോ എന്റെ കേഴ്സർ മാറിയണ്ട. ഇതാണ്ട കേഴ്സർ. അതിനു വേണ്ടിയാണ് കേഴ്സർ ഉപയോഗിക്കുന്നത്. ഞാനതപ്പോ കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അങ്ങനൊന്നുമില്ല. എനിക്കിപ്പം മെയിൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കയറുമ്പോ എന്റെ കേഴ്സർ മാറണമെങ്കിൽ എനിക്ക് മാറ്റാം. കണ്ട ക്രോസ് എയർ, ഞാനിപ്പോ ക്രോസ് എയർ വെച്ചെന്ന് വിചാരിച്ചോ. മെയിൻ സെക്ഷൻ എന്ന് പറയുമ്പോ നമ്മുടെ ഇവിടെ മെയിൻ സെക്ഷൻ, മാളിലുള്ള ഹെഡർ ഒക്കെ ഉള്ളതാണ് മെയിൻ സെക്ഷൻ. അപ്പൊ അതിനകത്ത് കയറുമ്പോ എന്റെ കേഴ്സറിന്റെ ഇത് മാറണം. ഇതിപ്പോ ഇത് കിടന്നിട്ടാണ് മാറാത്ത. ഒരു മിനിറ്റ്, ക്രോസ് എയർ ആയത് കണ്ടോ? ഞാൻ ആ മെയിൻ സെക്ഷനകത്തോട്ട് കയറിയപ്പോ ക്രോസ് എയർ ആയി. അതുപോലെ വേറെ ഏതാ പ്രോപ്പർട്ടിയാ ഉള്ള? ഡിസ്പ്ലേ കുറച്ച് പണിയുള്ള സാധനമാണ്, അത് ഞാൻ പറഞ്ഞു തരാം. ശകലം കൺഫ്യൂസിങ് ആണ്. അത് ജസ്റ്റ് ടൈപ്പ് ചെയ്യാൻ നോക്കിയാൽ ഏത് സെക്ഷൻ ആണോ, എവിടെ എന്തിന്റെ മുകളിലാണോ മാറേണ്ടത്. ഞാനിപ്പോ കണ്ടന്റിനകത്ത് കേഴ്സർ എന്ന് ടൈപ്പ് ചെയ്യണം. എന്റർ ഞെക്കുമ്പോ അവര് സജഷൻസ് കാണിക്കും. കൺട്രോൾ+ സ്പേസ് അടിച്ചു നോക്കിയ ഇപ്പോഴും നോ സജഷൻ. നീ എന്തോ തെറ്റിച്ച് പിന്നെ
അല്ലെങ്കിൽ അങ്ങനെ എടുത്തില്ല. ഒന്നും കൂടെ ഷെയർ ചെയ്യും, ഞാൻ നിർത്താം. എടാ മിക്കവാറുള്ള സമയങ്ങളിൽ അത് സജഷൻ കാണിച്ചില്ലെങ്കിൽ നമ്മുടെ തെറ്റാവാനാണ് ചാൻസ്. ഞാൻ അങ്ങനെയാണ് ആക്കി വെച്ചിട്ടുള്ളത്. എടാ ഇവിടെ അല്ലടാ, CSS-ലാടാ. സ്റ്റൈലിനകത്താണ്. അതിനകത്ത് കയറിയിട്ട് കഴ്സർ എവിടെ വേണോ കൊടുക്കാം. ഇതിപ്പോ പടമില്ലേ ഞാൻ കൊടുത്തേക്കണം? അതിന് കുഴപ്പമില്ല. പടത്തിന്റെ മുകളിലോട്ട് ബാക്ക് സ്പേസ് അടിച്ച് ക്ലിയർ ചെയ്യും. മതി. കൺട്രോൾ ഇനി സ്പേസ് +സ്പേസ് പറഞ്ഞിട്ട് സജഷൻ വരും. ഇനി നിന്റെ ആ ടെക്നോ എന്നുള്ള ഇമേജിനകത്ത് കയറുമ്പോഴത്തേക്ക് ആ ഇമേജ് അല്ല ബ്രൗസർ, അതിനകത്ത് കയറുമ്പോ ഇത് മാറണം. കത്തിയാ കണ്ടോ? മനസ്സിലായില്ലേ? ഓക്കെ, ഞാൻ പ്രസന്റ് ചെയ്യാം. അപ്പൊ ശ്രദ്ധിച്ചോളെ, ഇതപ്പോ സജഷൻ വന്നില്ലെങ്കിൽ അത് നമ്മളെ സംശയിക്കണം, പിന്നെ അതിനെ സംശയിക്കാവുള്ളൂ. ഇനി ഏതാ ടാഗുള്ള നമുക്ക് നോക്കാൻ. ഡിസ്പ്ലേ ഞാൻ നാളെ പറഞ്ഞു തരാവേ. നമ്മൾ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ പറഞ്ഞു പോവാം. ഫോണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഫോണ്ട് മാറ്റാൻ പറ്റുമേ. ഞാനപ്പോ ഇതിപ്പോ ഡിഫോൾട്ട് ആയിട്ടാണ് ഈ ഹെഡറിന്റെ ഫോണ്ട് കണ്ടില്ലേ, അതൊരു വൃത്തികെട്ട ഫോണ്ട് പോലെ തോന്നുന്നു. അപ്പോൾ നമുക്ക് ഹെഡറിന്റെ ക്ലാസ്സിനകത്ത് കയറിയിട്ട് ആ ഫോണ്ട് എനിക്ക് മാറ്റാം. ഫോണ്ട് എന്ന് കൊടുക്കുമ്പോ ഇതല്ല, ഫോണ്ട് ഫാമിലിയാണ്. ഫോണ്ടിൻ്റെത് മാറ്റാനുള്ള ഫോണ്ട് ഫാമിലി കണ്ടോ, ഇത്രയും ഫോണ്ട് അവർ ഡിഫോൾട്ട് തരുന്നുണ്ട്. നമുക്കപ്പോൾ ഈ ഗീസൻസ് നോക്കിയാലോ. ഇതാ കണ്ടോ, മാറിയണ്ട ഫോണ്ട് ഫാമിലി മാറ്റിയപ്പോ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് ഫോണ്ട് ഫാമിലി. ഇതുപോലെ തന്നെ ഫോണ്ടിന് തന്നെ കുറെ CSS പ്രോപ്പർട്ടി ഉണ്ട്. ഫോണ്ട് സൈസ് നമുക്ക് H1 ടാഗ് ഡിഫോൾട്ട് ആയിട്ടൊരു ഫോണ്ട് സൈസ് വരുന്നത് നമുക്ക് വേണമെങ്കിൽ വലുതാക്കാം. അതൊന്നെങ്കിൽ ഇവർ പറയുന്ന പോലെ ഈ ലാർജർ എന്നൊക്കെ വെച്ച് നമുക്ക് പറയാം. എവരുടെ ലാർജർ ചെറുതാണല്ലോ. നമുക്കാണെങ്കിൽ അതും പിക്സലിൽ പറയാൻ പറ്റും കേട്ടോ. 100 പിക്സൽ ഇതാണ്ടോ, വലുതായതുണ്ടോ? എല്ലാ എലമെന്റിന്റെതും ഫോണ്ട് സൈസ് മാറ്റാൻ പറ്റും. ഡിവിൻ എന്നുവെച്ചാൽ ടെക്സ്റ്റ് എലമെന്റ്സിന്റെ. അതെ, പിന്നെന്താ ഉള്ള ഫോണ്ടില്, പിന്നെ ഫോണ്ട് വെയിറ്റ് ഉണ്ട്. ഫോണ്ട് വെയിറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ബോൾഡ്നെസ് ആണ്. ഈ നമ്പറിന്റെ എന്തോ പറയുന്നത്, കൗണ്ട് കൂടുന്തോറും ഫോണ്ടിന്റെ ആ ഒരു തിക്നെസ്സും കൂടും. 100 ആണ് ഏറ്റവും ചെറിയ ഫോണ്ട്, കട്ടി കുറഞ്ഞത്. 900 ആണ് ഏറ്റവും കൂടിയത്. പിന്നെ ടെക്സ്റ്റ് വെച്ച് അവര് പറയുന്നുണ്ട്, ബോൾഡർ, ലൈറ്റർ, അങ്ങനെ. പിന്നെ എന്തുണ്ട് ഫോണ്ട് വെച്ച്? ഫോണ്ട് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇറ്റാലിക്, ബോൾഡ് അങ്ങനത്തെ ആണ്. ഇറ്റാലിക് ആക്കിയാൽ അത് ഇറ്റാലിക്സിലാവും. പിന്നെ ഫോണ്ടിൽ എത്ര തന്നെ. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഫോണ്ട് എടാ അത് വലിയ വ്യത്യാസം വരത്തില്ല. എങ്കിലും 100 തൊട്ട് 900 വരെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ബോൾഡർ എന്ന് പറഞ്ഞ് അവർ തരുന്ന ഒരു പേരും വെച്ചും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെന്താ ഉള്ളത്? ഫോണ്ട് ഫാമിലി ആയി. ഫോണ്ട് വേരിയന്റ് എന്താ സംഭവം? ഫോണ്ട് വേരിയന്റ് അത് ചില ഫോണ്ടിന് ചിലപ്പോ ഇവരുടെ ഇതില് ആ ഒരു ഇത് കാണത്തില്ലായിരിക്കും. ഫോണ്ട് വേരിയന്റ് എന്ന് പറയുമ്പോ നമുക്ക് അപ്പുറത്ത് സ്മോൾ ലെറ്ററിലാണ് ടൈപ്പ് ചെയ്തെങ്കിൽ ഇപ്പുറത്ത് അത് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നത്. സ്മോൾ ക്യാപ്സ് എന്നാണ്. ഞാൻ അത് വലുതായിട്ട് ഉപയോഗിക്കാറില്ല. അതെ കണ്ടില്ലേ, അപ്പുറത്ത് ഞാൻ ടൈപ്പ് ചെയ്തത് എന്ത് എറർ വന്നല്ലോ. എന്താ അത്? ഇവിടെ എന്ത് എററായെന്ന് തോന്നുന്നു. എറർ ആവാൻ കാരണം എന്താ? ഇവിടെ ഈ ചുമന്ന കളർ വന്നാൽ എറർ ആയെന്നാണ് അർത്ഥം. ഇവിടെ കഴ്സറിലൊന്നും കൊടുത്തിട്ടില്ല, അതാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഓക്കെ, സോ അപ്പൊ സ്മോൾ ക്യാപ്സ് എന്ന് പറയുന്നത് അപ്പുറത്ത് കൊടുത്ത അശ്വീഷനെ മൊത്തത്തിലൊന്ന് ബോൾഡ് ആക്കി എടുക്കാൻ വേണ്ടിയാണ് ഫോണ്ട് വേരിയന്റ് ഉപയോഗിക്കുന്നത്. അതൊന്നും വലിയതായിട്ട് ഉപയോഗിക്കാറില്ല. വേറെ ഒന്നുണ്ട്. ഹൈറ്റ് നമ്മൾ നോക്കി, ലെഫ്റ്റ് ഒക്കെ അതിപ്പോ വേണ്ട, വിട്ടേരെ. ലൈൻ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 2 ലൈനൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഇടയിലുള്ള വിഡ്ത്ത് കൂട്ടാൻ വേണ്ടിയാണ്. അതും നമ്മളെ ഇതുപോലെ തന്നെ. ഞാനിപ്പോ എക്സാമ്പിൾ ആയിട്ട് ലൈൻ ഹൈറ്റിന്റെ ആണെങ്കിൽ ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാം. ഹെഡറിന്റെ താഴെ എനിക്ക് എന്നെ കുറച്ചൊന്ന് പറയണം. തൽക്കാലം ലോറം കൊടുക്കാം. ലോറം 40. ഇത് ഒറ്റ ഒരു ലോറം കേട്ടില്ല. ഞാനിപ്പോ എവിടെ ഇട്ടാലും കുഴപ്പമില്ലടാ, നീ കണ്ടാ മതി. അത് കുഴപ്പമൊന്നുമില്ല. എവിടെ ഉണ്ട് കേട്ടോ.
ഓക്കെ, നമുക്കപ്പോൾ അതിലോട്ട് കിടക്കാം. ഞാനിപ്പോൾ എന്നെ കുറച്ചൊന്ന് പറയണം. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ലൈനിൻ്റെ ഈ 2 ലൈനിൻ്റെ ഇടയിലുള്ള വിട്ട് കൂട്ടാൻ വേണ്ടിയാണ് ലൈൻ വിഡ്ത്ത് ഉപയോഗിക്കുന്നത്. ഞാനപ്പോൾ ആ ഒരു പാരഗ്രാഫിന് ഒരു പേര് കൊടുക്കുന്നു, പാര. എനിക്ക് ആ പാരഗ്രാഫിൻ്റെ ലൈനിൻ്റെ ഇതല്ലേ കൂട്ടാവുള്ള. സോ അപ്പോൾ ഡോട്ട് ക്ലാസ് നെയിം, അതിനകത്ത് ലൈൻ, എവിടെ ലൈൻ ഹൈറ്റ് ഒരു 100 പിക്സൽ കൂടി പോകുമെന്നാണ് തോന്നുന്നത്. മാറ്റമൊന്നും വന്നില്ലല്ലോ, എന്ത് പറ്റി? കണ്ടോ 100 പിക്സൽ ലൈൻ ഹൈറ്റ് ആയിട്ടുണ്ട്. അത് വേണമെങ്കിൽ കുറയ്ക്കാം, നമുക്ക് 50 ആക്കാം. സോ അതാണ് ലൈൻ ഹൈറ്റിൻ്റെ കാര്യം. വേറെ എന്തുണ്ട്? ലൈൻ സ്റ്റൈല് ഒന്നും വലിയായിട്ട് ഉപയോഗിക്കാറില്ല. മാർജിൻ നമ്മൾ നോക്കി, ഓവർഫ്ലോ ആവശ്യമില്ല. ഇപ്പോൾ പാഡിങ് നോക്കി, പേജ് ബ്രേക്ക് പൊസിഷൻ എന്നിപ്പോൾ നോക്കണ്ട. ടെക്സ്റ്റൈൽ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പാരഗ്രാഫ് തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം നമുക്ക്. ഈ ഒരു പാരഗ്രാഫ് ഇപ്പൊ ലെഫ്റ്റ് അലൈൻഡ് അല്ലേ, അതപ്പോ എനിക്ക് സെന്റർ ചെയ്ത് നിർത്തണമെങ്കിൽ ആ പേര് പറയുന്ന പോലെ ആ ടെക്സ്റ്റ് അലൈൻ ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് അലൈൻ ഉപയോഗിക്കാം. 2 ലൈനുകൾ തമ്മിലുള്ള ഗ്യാപ്പ്. ഞാനപ്പോ ടെക്സ്റ്റ് അലൈൻ സെന്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് സെന്റർ ആയതുകൊണ്ട് കുറച്ചുകൂടെ വൃത്തിയുണ്ട് കാണാൻ. അതാണപ്പോ ലൈൻ അലൈൻ, ടെക്സ്റ്റ് അലൈൻ. ടെക്സ്റ്റ് ഡെക്കറേഷൻ കളർ മാറ്റാനാണെന്ന് തോന്നുന്നു. എന്താ സംഭവം? ടെക്സ്റ്റ് ഡെക്കറേഷൻ, കളർ മാറ്റാൻ. അത് നമ്മൾ മാറ്റി, വേണ്ട. വെർട്ടിക്കൽ അലൈൻ, ടോപ്പ്, ടെക്സ്റ്റ്. ഇതൊക്കെ തന്നെ ബേസിക്കലി. ഇതുവരെയുള്ള എല്ലാം ക്ലിയർ ആണ്. ഏതെങ്കിലും പ്രോപ്പർട്ടി ആർക്കെങ്കിലും എടുത്ത് പറയണോ ഇനി? ഹലോ യെസ്, ഓക്കെ. നമുക്കപ്പോൾ നാളെ എന്ത് ചെയ്യാം? ഗൂഗിൾ ഉണ്ടാക്കണോ, ഇൻസ്റ്റാഗ്രാമിന്റെ ലോഗിൻ പേജ് ചെയ്യണോ? ഇതിപ്പോ ഇങ്ങനെ ചെയ്തു പോകാൻ ഒരു സുഖമില്ല. ഹലോ എടാ, ഇങ്ങനെ ചെയ്തു പോകാൻ ഒരു സുഖമില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും പ്രോജക്റ്റ് ചെയ്യണ്ടേ? നമുക്കപ്പോ നാളെ google.com ചെയ്യണോ, ഇൻസ്റ്റാഗ്രാമിന്റെ ലോഗിൻ പേജ് വേണോ? ഇല്ല, ഇൻസ്റ്റാഗ്രാം കുറച്ച് പണിയാണ്. എങ്കിൽ പിന്നെ നാളെ നമുക്ക് ഗൂഗിൾ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടാസ്ക് ആയിട്ട് തരാം ഇൻസ്റ്റാഗ്രാം. വേണ്ട, നമുക്ക് ഗൂഗിൾ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം ടാസ്ക് തരാം. അതിന് നമുക്ക് വേണമെങ്കിൽ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ പോലെ വെക്കാം. ഇന്ന് എത്ര തീയതി? 11. നാളെ ഗൂഗിൾ ചെയ്തിട്ട് മറ്റന്നാൾ നിങ്ങൾ ഇരുന്ന് ഇൻസ്റ്റാഗ്രാം ചെയ്താൽ നമുക്ക് അന്ന് രാത്രി വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ചെയ്ത് തീരാത്ത ഏതോ അല്ല ഏതെങ്കിലും ഇപ്പോ കോമൺ ആയിട്ട് ഇപ്പൊ എന്താ കാണിക്കുന്നത്, ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ എന്റെ ഇൻസ്റ്റാഗ്രാം ചെയ്യുമ്പോ കോമൺ ആയിട്ട് ഇപ്പൊ വരുന്നത് നമ്മളിപ്പോ പറഞ്ഞത് വെച്ചാണെങ്കിൽ നമ്മളൊരു കാര്യം പറയാൻ വിട്ടു. കുറച്ചുകൂടെ ടാഗ് ഉണ്ട് കേട്ടോ, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. നമുക്ക് നാളെ ചെയ്തു പോവാം. ഇവിടെ ഇപ്പൊ ഞാൻ ഈ ടെക്സ്റ്റ് വരുന്ന ഒന്നും പറഞ്ഞിട്ടില്ലേ, അതൊക്കെ നമുക്ക് പറയാം. ഇതിപ്പോ കോമൺ ആയിട്ടൊരു ഡൗട്ടാണ്. ഈ ഒരു ലൈൻ എങ്ങനെ വന്നു? ഇതിപ്പോ ബട്ടൺ ആണെന്നറിയാം. ഈ ഒരു ലൈനും അതിന്റെ നടുക്കൊരു ടെക്സ്റ്റ്, ഈ ഒരു ലൈനും എങ്ങനെ വന്നു? ബാക്കിയുള്ളത് ഇമേജ് ആണ്, താഴെയുള്ള ടെക്സ്റ്റ് ആണ്, ഇതൊരു ഫോം ആണ്, ഇതൊരു ലോഗോ ആണെന്ന് മനസ്സിലാക്കാം എന്നുള്ളതല്ലേ ഉള്ളൂ അല്ലേ? പക്ഷെ ഇവിടെ ഒരു ലൈനിന്റെ നടുക്കൊരു ടെക്സ്റ്റ്, അപ്പുറത്തെ ലൈൻ എങ്ങനെ വന്നു? അങ്ങനെ ഒരു കേസ് വരാമല്ലോ. അപ്പൊ അതും കൂടെ ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം നമുക്കപ്പോ. ഇത് മൊത്തത്തിലൊന്ന് ക്ലിയർ ചെയ്യാം, അതിന്റെ ആവശ്യമില്ലല്ലോ എനിക്ക്. ഒരു ഡിവ് ഉണ്ടാക്കി, ഡിവിന് പേര് കൊടുക്കാൻ വേണ്ടി നമ്മളൊക്കെ പോന്നെ ക്ലാസ് ഒന്ന് ടൈപ്പ് ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ div ഡോട്ട് ക്ലാസ് നെയിം കൊടുത്താൽ മൊത്തത്തിൽ അവർ ടൈപ്പ് ചെയ്ത് തരുവേ. മെയിൻ കണ്ടെയ്നർ, കണ്ടെയ്നറിന്റെ സ്പെല്ലിംഗ് TAI. ഓക്കെ, കണ്ടെയ്നറിനകത്ത് നമുക്കപ്പോൾ ആദ്യം വേണ്ടത് ഒരു ലൈനാണ്. CSS നമ്മൾ ലൈൻ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗിന്റെ പേര് HR ടാഗ് എന്നാണ്. HR വന്നോ? നോക്കാം. ഒരു HR ടാഗ് ഇട്ടു, അതിന്റെ നടുക്ക് നമുക്കൊരു ടെക്സ്റ്റ് വേണം, പിന്നെ ഒരു ലൈൻ വരയ്ക്കാൻ വേണ്ടി ഒരു HR ടാഗ് കൂടെ ഇട്ടു. വല്ലതും വന്നിട്ടുണ്ടോ ഇതുവരെ? 2 ലൈനും വന്നിട്ടുണ്ട്, നടുക്കൊരു ടെക്സ്റ്റും വന്നിട്ടുണ്ട്. പക്ഷെ ഇതുപോലെയാണോ ഇൻസ്റ്റാഗ്രാമിൽ കിടന്നത്? അല്ലല്ലോ അല്ലേ? ഞാൻ ഒന്നും ചെയ്തില്ല, ഒരു P ടാഗ് ഇട്ടിട്ട് ഒരു ഓർ ചെയ്തു, ഇത്രേ ഉള്ളൂ. കാണാമോ? ഓക്കെ, നമുക്കപ്പോ ഇവിടത്തെ ഈ ലൈനും ഇതെല്ലാം കൂടെ അതുപോലെ ആക്കണം. നമുക്കപ്പോ എല്ലാത്തിനും ഓരോ ക്ലാസ് നെയിം കൊടുക്കാം.
എടാ ഈ HR എന്തുവാ ഫുൾ ഫോം അങ്ങനെ അതെനിക്ക് അറിഞ്ഞൂടാ. ബാക്കിയുള്ള ടാഗിനൊക്കെ നമുക്ക് നോക്കാം, ഗൂഗിൾ ചെയ്ത് നോക്കാം. അറിഞ്ഞൂടാത്തതൊക്കെ അപ്പം ഗൂഗിൾ ചെയ്ത് നോക്കണം. HR ടാഗ് ഫുൾ ഫോം HTML എന്താണത്? ഹൊറിസോണ്ടൽ റൂൾ. ഓ അങ്ങനെയാണ്. ഓ അത് ഇത്തിരി പേരാണ് പോയി. അത് ബ്ലോക്ക് ലെവൽ എലമെന്റ് ആടാ, അല്ലെങ്കിൽ അത് ഫുൾ വിട്ടങ്ങ് എടുക്കും. HR ടാഗ് ബ്ലോക്ക് ലെവൽ എലമെന്റ് ആയിരിക്കും. എന്റെ കൂടെ ഞാനേ എടുത്തൂല. അങ്ങനെ കണക്കാക്കാം. ഞാനപ്പോ VR ഇൻസ്റ്റാഗ്രാം ചെയ്തേക്കുന്ന HR ടാഗിന് ഇൻലൈൻ എലമെന്റ് ആയിട്ട് ചെയ്ത പോലെ അവര് കാണിച്ചു. അങ്ങനെ കാണിച്ച് എടാ ഈ സൈറ്റ് ഞാനീ പറയുന്നത് എന്റെ വ്യൂ ആണ്. പക്ഷെ ഇതിപ്പോ അവര് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊരു പിടിയുമില്ല. എനിക്ക് ഞാൻ എന്താ പറയുന്നത്, ഇപ്പൊ എന്താ അവരിപ്പോ എനിക്കിപ്പോ എന്റെ അടുത്ത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കാൻ പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ തട്ടിക്കുട്ടി ഒരെണ്ണം ഉണ്ടാക്കാം. പക്ഷെ അവരുണ്ടാക്കിയേക്കുന്നത് എങ്ങനെയാണെന്ന് അവര് വെളിയിൽ പറയൂലല്ലോ. അപ്പൊ നമ്മുടെ ഒരു സൊല്യൂഷൻ വെച്ചല്ലേ നമ്മൾ ചെയ്തെടുക്കുന്നത്. അതുപോലെ ഇത് ചിലപ്പോ ഞാൻ പറയുന്ന പോലെ ആയിരിക്കണമെന്നില്ല അവര് ചെയ്തേക്കുന്നത്. പക്ഷെ സാധനം കണ്ട ഒന്നുമല്ല ഇരിക്കും. ഐഫോൺ ചൈനയിലും ഉണ്ടാക്കും, പക്ഷെ ഒറിജിനൽ ആവണമെന്നില്ല. കണ്ട ഒരുപോലെ ഇരിക്കും. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കിനി അപ്പോ HR VR ഉണ്ടോ? നീ അതൊരു ഉപയോഗിച്ച് നോക്കി. വല്ലതും ഉണ്ടോ? വെർട്ടിക്കൽ റൂളർ ഇല്ല, അങ്ങനെ ഇല്ല. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇതിന് നമുക്കൊരു ക്ലാസ് കൊടുക്കാം. ക്ലാസിന്റെ പേര് ലൈൻ. അപ്പൊ ലൈനിന് രണ്ടും ഏകദേശം സ്റ്റൈൽസ് ഒന്നല്ലേ? സോ അപ്പൊ നമുക്ക് രണ്ട് HR-ന് ഒരു ക്ലാസ്സിനെയും കൊടുക്കാം. അതിന് സീനൊന്നുമില്ലേ. P ടാഗിന് നമുക്ക് ക്ലാസ് ഒരു ടെക്സ്റ്റും കൊടുക്കാം. രണ്ടിനും ഒരേ സ്റ്റൈലല്ലേടാ? നോക്കിയേ, ഒരേ അതിന് കുഴപ്പമൊന്നുമില്ലടാ. ഒരേ സ്റ്റൈലായിരിക്കുന്നുള്ളൂ. ഒരേ കളറ്, ഒരേ സ്പേസിങ്. മനസ്സിലായില്ലേ? വരുമല്ലോ. അല്ലെങ്കിൽ തെറ്റിച്ച് പിന്നെ HR ഡോട്ടിലെ ബ്രാക്കറ്റിനകത്തോ? അത് വരത്തില്ല. യെസ്. അപ്പോ അതാണ്. പിന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, P ടാഗിനൊക്കെ ക്ലോസിംഗ് ടാഗ് ഉണ്ട്, HR-ന് ക്ലോസിംഗ് ഇല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇവിടെ ഒരു / എക്സ്ട്രാ വന്നത്. ശ്രദ്ധിച്ച? ഹലോ, P ടാഗിന് ക്ലോസിംഗ് ടാഗ് ഉണ്ട്, തുറക്കുന്നു അടങ്ങുന്നു. പക്ഷെ HR ടാഗിനകത്തൊന്നും എഴുതാൻ പറ്റത്തില്ല. അതൊരൊറ്റ ലൈനല്ലേ. അതുകൊണ്ടാണ് ഇവിടെ ഇട്ട് ഇങ്ങനെ എഴുതിയത്. മനസ്സിലായ? ഓക്കെ. നമുക്കപ്പോ നമ്മുടെ ഇതിലോട്ട് കടക്കാം. നമുക്കപ്പോ ആദ്യമായിട്ട് വേണ്ടത് 3 ലൈനിലുള്ള ഇതിനെ ഒറ്റ ലൈനിലാക്കണം. ഇല്ല, അത് ഞാൻ പ്രിപ്പയറാണ് അത് ഇട്ടത്. അത് ഇടണമെന്നാണ്. വൃത്തി വേണമെങ്കിൽ ഇടണമെന്നാണ്. ഇട്ടില്ലെങ്കിൽ വർക്കാവും. വൃത്തിക്ക് ഇടും, സാധാരണ ഇടണം. ഓക്കെ. സോ അപ്പൊ പ്രിപ്പയറിനോട് താങ്ക് യു പറയുന്നു. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് 3 ലൈനിൽ നിൽക്കുന്ന യവന്മാരെ ഒരു ലൈനിനകത്താക്കണം. സോ അപ്പൊ ആ 3 സാധനങ്ങൾ നിൽക്കുന്നത് മെയിൻ കണ്ടെയ്നറിനകത്താണ് അല്ലേ? അപ്പൊ നമുക്ക് മെയിൻ കണ്ടെയ്നറിനകത്തുള്ള എല്ലാ സാധനങ്ങളും ഒരു റോയില് വരണം. അതാണ് നമ്മുടെ ആവശ്യം. സോ അപ്പൊ നമ്മൾ സ്റ്റൈലിനകത്ത് വരുന്നു, മെയിൻ കണ്ടെയ്നർ കൊടുക്കുന്നു. ഞാൻ ഇത് ലിങ്ക് ചെയ്തോട്ടെ, ഒരു മിനിറ്റ്. ലിങ്ക് CSS ലിങ്ക് ആയിട്ടുണ്ട്. ഞാനപ്പോ നേരത്തെ പറഞ്ഞ ഡിസ്പ്ലേ ഒരു സാധനം ഞാൻ നാളെ പറയാനിരുന്നതാണ്. കൺഫ്യൂഷൻ ആയ വിട്ടേരെ, കുഴപ്പമില്ല. ഞാൻ എന്നാലും ജസ്റ്റ് ലിങ്ക് ചെയ്തത് ലിങ്ക് :CSS. അതപ്പോ ഓട്ടോമാറ്റിക്കലി ഫുള്ള് ടൈപ്പ് ചെയ്ത് ലിങ്ക് :CSS. ഒരു മിനിറ്റ്. ഓക്കെ. ലിങ്ക് :CSS ഇട്ട് കഴിഞ്ഞാൽ നമുക്കപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ടൈപ്പ് ചെയ്ത് വരും. നമുക്കപ്പോൾ ഇനി ചെയ്യേണ്ടത് മെയിൻ കണ്ടെയ്നറിനകത്തുള്ള 3 റോയിൽ നിൽക്കുന്നവന്മാരെ ഒറ്റ റോയിലാക്കണം. ഞാനതപ്പോൾ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം, എന്നിട്ട് പറഞ്ഞു തരാവേ. ഡിസ്പ്ലേ ഫ്ലെക്സ്. ഓക്കെ. നമ്മളപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഫ്ലെക്സ് ബോക്സ് എന്ന് പറയുവേ. അതപ്പോ ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ്. ഫ്ലെക്സ് CSS
ഒരു പെട്ടിക്കകത്ത് ഫോർ എക്സാമ്പിൾ ഓക്കെ ഈ ഇമേജ് കൊള്ളാം, കാര്യം കൊള്ളാം. പോരട്ടെ, ഇമേജ് പോരട്ടെ. ഈ ഇമേജ് ലോഡാവുന്നേ ഉള്ളൂ. ആദ്യത്തെ ഇമേജ് കണ്ട ഈ ഫ്ലെക്സ് സ്റ്റാർട്ട്. ഈ ഒരു നിൽക്കുന്ന ഒരു പർപ്പിള് പെട്ടിയാണ് നമ്മുടെ മെയിൻ കണ്ടെയ്നർ. പർപ്പിള് പെട്ടിക്കകത്തുള്ള ഓറഞ്ച് ബോക്സുകളാണ് നമ്മുടെ 3 സാധനങ്ങൾ. ഓക്കെ അല്ലേ? പെട്ടിക്കകത്തുള്ള സാധനങ്ങളെ അറേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഫ്ലെക്സ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഫ്ലെക്സ് എന്നിട്ടപ്പോ തന്നെ ഫ്ലെക്സ് എന്ന് ഡിഫോൾട്ട് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ, ഇതിപ്പോ 2D അറേഞ്ച്മെന്റ് ആണ് ഫ്ലെക്സ് വെച്ച് ചെയ്യുന്നത്. 2D എന്ന് പറയുമ്പോ റോ ഉള്ളി, മനസ്സിലായില്ലേ? 3D എന്ന് പറയുമ്പോഴല്ലേ നമ്മുടെ എന്താ പറയുന്നത് ഹൈറ്റും വിട്ടും വരുന്നത്. ഇതിപ്പോ വിട്ട് മാത്രമേ ഉള്ളത് കൊണ്ട് നീളത്തിലെല്ലാം കൂടെ കയറി നീളത്തിലിരിക്കും. ഡിഫോൾട്ട് ആണ്. നമുക്ക് വേണമെങ്കിൽ കോളത്തിലും വെക്കാം, ഒന്നെങ്കിൽ റോ അല്ലെങ്കിൽ കോളം, മനസ്സിലായോ? 3D പറ്റത്തില്ല. ഞാൻ പറയാൻ ക്ലിയർ ആയില്ല. ഇതിപ്പോ ഡിഫോൾട്ട് എന്താ പറയുന്ന റോ ഫ്ലെക്സിന്റെ ഡിഫോൾട്ട് ഡിസ്പ്ലേ ഫ്ലെക്സിന്റെ ഡിഫോൾട്ട് റോ ആയതുകൊണ്ടാണ് റോയിൽ വന്നത്. നമുക്ക് വേണമെങ്കിൽ പെട്ടിക്കകത്തിരിക്കുന്നതിന്റെ ഡയറക്ഷൻ കോളമാക്കാം, ഒന്നെങ്കിൽ റോ അല്ലെങ്കിൽ കോളം. എന്താ ലൈൻ പോയേ? ലൈൻ എവിടെ പോയി? ലൈൻ പോയി. അത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം, ഇപ്പൊ വിട്ടേരെ. ഒന്നെങ്കിൽ റോ അല്ലെങ്കിൽ കോളം, മനസ്സിലായല്ലോ അത്? പക്ഷെ ഇപ്പൊ നമ്മുടെ ലൈന് നീളത്തിലാണ് നിൽക്കുന്നത്, നമുക്ക് അതിനെ ചരിക്കണ്ടേ? ലൈനെ ചരിക്കണം അല്ലേ? വേണ്ടേ? ചരിക്കണ്ടേ? ഇതില് ചരിഞ്ഞല്ലേ നിക്കുന്നേ? ഇങ്ങനെയാണ്. ഹൊറിസോണ്ടൽ ആക്കണം. അതിനപ്പോ നമുക്കപ്പോ എന്താ ചെയ്യണ്ടേ? നമ്മളപ്പോ ലൈൻ 2 ലൈനിന് ഒരു ക്ലാസ് അല്ലേ കൊടുത്തേ? അപ്പൊ ഡോട്ട് ലൈൻ. ഇതിനിപ്പോ ഹൈറ്റ് ഉണ്ട്, വിട്ടില്ല. ആണോ? ശരിയല്ലേ? അപ്പൊ നമുക്ക് ഹൈറ്റ് 0 ആക്കി നോക്കാം. ഹൈറ്റ് പോയോ? പോയി. വിട്ട് ഒരു 100 പിക്സൽ കൊടുക്കാം. ഇപ്പൊ ചരിഞ്ഞില്ലേ? വിട്ട് 100 പിക്സൽ വല്ലതും കൊടുത്തോ? കുഴപ്പമില്ല. ചരിഞ്ഞ നീ സ്ക്രീൻ ഷെയർ അല്ലേ? വേണ്ട, ഞാൻ നീ ഇപ്പൊ ഇത് മനസ്സിലായില്ലെങ്കിൽ വിട്ടേരെ. ശകലം ഹൈറ്റ് എനിക്ക് 1 ആക്കിക്കോ. 1 പിക്സൽ. അത് വലുതായി പോടാ. ഓക്കെ, അത് സീനില്ല, വിട്ടേരെ. പക്ഷേ ഈ വേണമെങ്കിൽ ഒരു കളറും കൂടെ കൊടുക്കാം അല്ലേ? ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്താൽ ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ കാണാമോ? തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്കിപ്പോ എങ്ങനെ ചെയ്തുവാ? ഇനി എന്താ ചെയ്യണ്ടേ? ഇതിപ്പോ നോക്കിയാ അറിയാം, ഇത്തിരി താന്നല്ലേ ഇരിക്കുന്നത്. അതിനപ്പോ നമ്മുടെ കയ്യിൽ ജസ്റ്റിഫൈ കണ്ടന്റ് സെന്റർ അതാണോ? അതല്ല അലൈൻ ഐറ്റംസ് സെന്റർ. എനിക്കത് രണ്ടും എപ്പോഴും തിരിഞ്ഞു. ഇപ്പൊ ഒരു ലൈനിലായില്ലേ? ചരിഞ്ഞില്ലെങ്കിലോ? എന്ത് ചരിഞ്ഞില്ല? ലൈനോ? ഇതിപ്പോ എന്റേത് കുഴപ്പമില്ലല്ലോ. ഇതിന്റെ ഒരു വിട്ടും ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്തൊരു സാധനമാണ് ഇവിടെ കിടക്കുന്നത്. അതിന്റെ വിട്ടും ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കിയാൽ മതി. ഓക്കെ, നമുക്കിപ്പോ ഇനി ഞാനൊന്ന് സ്ക്രീൻ ഷെയർ. അപ്പൊ ഇതിപ്പോ അവസാനം പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിന്റെ ലൈൻ അറേഞ്ച്മെന്റ് മനസ്സിലായില്ലെങ്കിൽ വിട്ടരെ. നമ്മള് നാളെ ഇതൊന്നും കൂടെ ചെയ്യുന്നതായിരിക്കും. നിന്റെ ചെറിയാത്തൊന്നും നോക്കിയിട്ട് നിർത്തുന്നേ ഉള്ളൂ. അല്ല, പിന്നെ ഡൗട്ട് വന്ന നോക്കാതെ എങ്ങനെ പോവും? എടാ, ഇതിനി യൂട്യൂബിൽ ആരെങ്കിലും കാണുമ്പോ അവര് വിചാരിക്കൂലേ കാളിദാസന്റെ ആ സാധനം എന്തുകൊണ്ട് ശരിക്കും എവിടെ നിന്റെ ലൈൻ? ഇവിടെ ഇരുന്നില്ലേ ഞാൻ ഈ പാട്ട് ദിവ്യനാഥനെ കൊടുത്ത പേര് കൊടുത്ത. അത് തന്നെ ഉള്ളൂ. ആ സാധനത്തിന് ഞാൻ പാട്ട് ഡിസ്പ്ലേ ഫ്ലെക്സ് നീ കൊടുത്തോണ്ട് ഞാൻ തുടങ്ങി. ഹൈറ്റ് 0 എടാ നിന്റെ. ഹൈറ്റ് മതി, കുഴപ്പമില്ല, സീനില്ല.
അത് ആക്കിയാണ്. പിന്നെ ഡീപ് ബ്ലൂ കൊടുത്ത് മറ്റേ കളർ ഇതും കൊടുത്ത് വിത്ത് ഒരു 100 കറക്റ്റ് ആണല്ലോ. സ്ക്രീൻ എടുത്ത ബ്രൗസറിന്റെ അത് ചെന്നില്ല. ഇവിടെയാണ് വരുന്നത്. ഇപ്പൊ ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ താഴോട്ടാണ്. ഹൈറ്റ് കുട്ടിക്ക് 10 എത്തുന്ന വെച്ചു. അപ്പൊക്കല്ല ഇങ്ങനെ ശരി. ഓഹോ അങ്ങനെ നിന്റെ മറ്റേ ഇൻഡെക്സ് HTML കാണിച്ചേ. ഇൻഡെക്സ് HTML എന്തെറ്റി എനിക്കൊരു പിടി. നമുക്ക് നാളെ നോക്കാം. വെറുതെ ഇനി സമയം കളയണ്ട. മണി 10 അപ്പൊ എല്ലാവർക്കും ഇന്ന് പറഞ്ഞ സെഷൻ മനസ്സിലായെന്ന് കഴിയുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇടാം. ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നാളെ ഇത് കണ്ടിട്ട് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം നമ്മൾ നാളെ ഒന്നുകൂടെ ചെയ്യുന്നതാണ്. തെറ്റല്ലേ? നാളെ ഇതേ സമയം മതിയല്ലേ? 8:30 ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് രാത്രി ഗൂഗിൾ ചെയ്യാൻ കാണാം. ബൈ ബൈ. ശരിടാ ബൈ.